ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് ഇതിന് കൂടി എല്ലാവർക്കും സ്വാഗതം. പുതുവർഷത്തിൽ നമ്മൾ ആദ്യമായിട്ട് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചുള്ള ക്ലാസ് 85ാമത്തെ സെഷനാണ്. പുതുവർഷത്തിൽ നമുക്ക് വീണ്ടും ഇളങ്കോ സാറിൽ നിന്ന് മൈൻഡ്ഫുൾനെസ്സിന്റെ മറ്റൊരു തലമുണ്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരെയും മൈൻഡ്ഫുൾനെസ്സിന്റെ ആ ഒരു പ്രത്യേക മെന്റൽ സ്റ്റേറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാ പെർമിഷനോടുകൂടി ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thank you, sir, for giving me a chance and permission to talk in this platform. Nice. നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ് കടന്ന ഒരു 4 ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ വേറെ ടെക്നിക്ക് പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചപ്പം കൂടുതലും ഇല്ല, ചുമ്മാ ടെക്നിക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് പോയാൽ മാത്രം പോരാ. ഇപ്പം ഞാൻ അന്ന് ലാസ്റ്റ് ടൈം പഠിപ്പിച്ചത് റെയിൻ ടെക്നിക്കായിരുന്നു, അതിനു മുമ്പ് പഠിപ്പിച്ചത് LKM ആയിരുന്നു, അതിനു മുമ്പ് പഠിപ്പിച്ചത് ഗ്രൗണ്ടിങ് ടെക്നിക്സ് ആയിരുന്നു, അതിനു മുമ്പ് ഡീപ്പ് ബ്രീത്ത് എക്സസൈസിനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇതിന് കൂടുതലും പറഞ്ഞാൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുമേ അല്ല. ഇന്ന് എത്ര പേര് ടൈംസ് ഓഫ് ഇന്ത്യയിൽ മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ കുറിച്ച് ഒരു ചെറിയ ലൈൻ എഴുതിയിരുന്നത് കണ്ടിരുന്നു? ഒരു ഹാഫ് പേജ് മാറ്ററാണ്. ഹൗ ടു മെഡിറ്റേറ്റ് വെൻ യു ആർ റെസ്റ്റ്ലെസ്. ഇതാണ് ടൈറ്റിൽ. ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. പത്രം എത്ര പേര് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഐ ആം ഷോയിങ് ഇറ്റ്. ഹൗ ടു മെഡിറ്റേറ്റ് വെൻ യു ആർ റെസ്റ്റ്ലെസ്. അകത്ത് പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്ന വാക്ക് ഇതാണ്: മൈൻഡ്ഫുള്ളായിട്ട് എങ്ങനെ നീ ചെയ്യും, എന്താണ് നീ മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു 2-3 ലൈൻ. സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ലിഡ സിലോ finds that many of our patients did not realize that it's normal, expected even to struggle with meditation and mindfulness. Having access to a mental health practitioner who is trained in mindfulness-based cognitive behavioral therapy can keep you from feeling frustrated. So you can join a meditation group mindfully for mindfulness. ഇങ്ങനെയാണ് അവർ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആരും വായിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ നോക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇവിടെ വന്നതിന് പേജ് നമ്പർ 16 ഇന്നത്തെ പത്രത്തിലുള്ളത്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ വാക്കാണ്. ബട്ട് ഒരു വെരി എഫക്റ്റീവ് ആർ ഇൻജക്റ്റീവ് വേർഡ് എന്നാണ്. ഇപ്പോൾ അതിനകത്ത് പലരും ഷുഗർ കോട്ട് ചെയ്യുന്നത് പോലും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമല്ല. ഫോർ യുവർ കൈൻഡ് നോളജ്, മൈൻഡ്ഫുൾനെസ് ഈസ് ബേസിക്കലി യു ഷുഡ് ബി aware. What are you doing? Why are you doing? How are you doing? And where are you? Can you do it in this time or not? ഇങ്ങനെ കുറേ കാര്യങ്ങൾ റൈറ്റ്ലി മനസ്സിലാക്കി തരുന്നതാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് ക്യാൻ ബി ഡൺ എനി ടൈം, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, അറ്റ് എനി പ്ലേസ്. വളരെ സിമ്പിളാണ്. വൈ ആർ യു ഡൂയിങ്? ടു കീപ് യു ഇൻ വാട്ട് യു കോൾ ദാറ്റ്, ഇൻ എ ഫിക്സഡ് പ്ലേസ് ആർ കീപ് യു ഇൻ എൻ യൂണിലാറ്ററൽ ഏരിയ. നമ്മൾ എപ്പോഴും സ്പ്രെഡ് ചെയ്ത് ഹൊറിസോണ്ടലി ഒരുപാട് അതും ഇതും എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് ഡു ഇറ്റ് വൺ അറ്റ് എ ടൈം എന്ന് പറയുന്നതാണ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സും മൾട്ടി ടാസ്കിങ്ങും ഈക്വലി പോകാൻ പറ്റുമോ ഇല്ലയോ, അതാണ് ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ബി അവെയർ, അറ്റൻഡ് ടു ഇറ്റ് വിത്ത് യുവർ ഫുള്ളസ്റ്റ് എഫർട്ട്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ഏകാഗ്രത അല്ലെങ്കിൽ പൂർണ്ണത, ശ്രദ്ധാപൂർണത. ശ്രദ്ധാപൂർണത എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധ ഫുള്ളും ഒരു സ്ഥലത്ത് കൊടുത്താൽ മൾട്ടി ടാസ്കിങ് പറ്റുമോ ഇല്ലയോ. ഇതാണ് ഇന്നത്തെ നമുക്ക് ഡിബേറ്റിനോ അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താം. ആരെങ്കിലും ഒരാൾ അച്ഛനുണ്ട്, അച്ഛൻ യു ആർ എ മാസ്റ്റർ ഓൺ ദിസ് ഏരിയ, സോ ദെർഫോർ മാത്യു സാർ. മാത്യു സാറിൻ്റെ ഓഡിയോ കണക്ട് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ രമാവതി മാം ട്രാവലിംഗ് ആണെന്ന് പറഞ്ഞു, പക്ഷെ സ്റ്റിൽ യു ആർ യു ഇൻട്രസ്റ്റഡ് ടു? സാറേ, മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഏകാഗ്രതയോട് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല. ഇതിന് തന്നെ അതാണ്.
അല്ല മൈൻഡ്ഫുൾനെസ് ഞാൻ അങ്ങനെയാണ് സാറേ തിങ്കിങ്. റൈറ്റ് വെരി ഓക്കെ യുവർ ഐഡിയ ഈസ് അഗ്രീഡ്. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഉള്ള ആൾക്ക് മൾട്ടി ടാസ്കിങ് പാടില്ല അല്ലെ പറ്റില്ല, അങ്ങനെ എടുക്കാവോ മാഡം? പറ്റും. മൈൻഡ്ഫുൾനെസ് ചെയ്യുന്ന ആൾ, മൈൻഡ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മൾട്ടി ടാസ്കിങ് പറ്റും. മൾട്ടി ടാസ്ക് പറ്റും സാറേ. ശരി, ഓക്കെ, റൈറ്റ്. ചെയ്യും. സരസ്വതി മാം, യുവർ ഐഡിയ പ്ലീസ്. മാഡത്തിന്റെ വോയിസ് എനിക്ക് ക്ലിയർ അല്ല. അമർജ്യോതി മാമോ, മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് മൾട്ടി ടാസ്കിങ് പറ്റുമോ പറ്റത്തില്ലയോ? മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി പറയുന്നത് ബി അവെയർ, അറ്റൻഡ് റൈറ്റ്ലി. അറ്റൻഡ് എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ തൊട്ടും തൊടാതെ അല്ല, മീൻസ് ഫുള്ളി ഹോൾ ഹാർട്ടഡ്ലി, അല്ലെങ്കിൽ വിത്ത് ഫുള്ളസ്റ്റ് എഫേർട്ട്. അതാണ് നമ്മൾ പറയുന്നത്. മാഡത്തിന്റെ മൈക്ക് ഓഫാണ്. സാറേ, ഞാൻ മനസ്സിലാക്കിയത് മൈൻഡ്ഫുൾ എന്ന് വെച്ചാല് വൺ അറ്റ് എ ടൈം എന്നാണ് നമ്മള് കറക്റ്റ് ആയിട്ട് അതില് ഫുൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ കോൺസെപ്റ്റ്. റൈറ്റ് മാം, റൈറ്റ്, താങ്ക് യു. വേറെ ആരെങ്കിലും ഇതിന് കമന്റ്സ് പറയാൻ ഇഷ്ടമുണ്ടോ? അനിത മാം. സാറേ, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം മാക്സിമം. ജോർജ് സാറിന്റെ വേർഡ്. ഹലോ, ഒരു കാര്യത്തിലും അല്ല സാർ, ഞാൻ മനസ്സിലാക്കിയത് സാർ, നമ്മൾ ഒരു കാര്യത്തിൽ ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് തന്നെയല്ലേ മൈൻഡ്ഫുൾനെസ്? അതിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനാണ് മൈൻഡ്ഫുൾനെസ് എന്നത് ഞാൻ മനസ്സിലാക്കിയത്. വളരെ എല്ലാവരും പറയുന്ന വാക്ക് കറക്റ്റ് ആണ്. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ മൾട്ടി ടാസ്കിങ് പറ്റുമോ ഇല്ലയോ? അതാണ് ചോദ്യം. മീൻസ് multitasking means what we really feel is we do almost more than one job at a time, അല്ലെങ്കിൽ on the same time. എനിക്ക് തോന്നുന്നു ജെൻസിന്റെയും അതുപോലെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാ മൾട്ടി ടാസ്ക് തന്നെ? റൈറ്റ് സാർ. അല്ല, അച്ഛൻ എന്തോ പറയുന്നു, അച്ഛൻ പറയണം പ്ലീസ്. ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് മൾട്ടി ടാസ്ക് പറ്റും, അവരുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ മാത്രമേ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് ഞാൻ പഠിച്ചതെന്ന് തോന്നുന്നു. റൈറ്റ് സാർ, അത് നല്ലൊരു തിയറിയാണ്. സ്ത്രീകൾ ആർ ടാലന്റഡ് ആൻഡ് മൾട്ടി ടാസ്കിങ്. ആ വേർഡാണ് പറഞ്ഞത്, ടാലന്റഡ് ആൻഡ് മൾട്ടി ടാസ്കിങ്. whereas men are not that much talented. അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറഞ്ഞതിലിരുന്ന് എനിക്ക് മനസ്സിലാകുന്നത് മൾട്ടി ടാസ്കിങ് പറ്റുമോ എന്ന് ചോദിച്ചാൽ യെസ് പറ്റും. പക്ഷെ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ നിമിഷത്തിൽ, മീൻസ് ഈ ഇപ്പോൾ സമയം 7.18.36 സെക്കൻഡ്സ് എടുക്കുവാണെങ്കിൽ ഈ 36ാമത്തെ സെക്കൻഡിൽ 4 ജോബും ഒരുമിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ല. 36ാമത്തെ സെക്കൻഡിൽ ഒരു ജോബ്, 37ാമത്തെ സെക്കൻഡിൽ ഒരു ജോബ്, അല്ലെങ്കിൽ 36 അല്ലെങ്കിൽ 0.367 വേറൊരു ജോബ്. അങ്ങനെ ഓരോരോ മൊമെന്റ് എന്നാണ് പറയുന്നത്. ആ മൊമെന്റിന്റെ ഗ്യാപ്പ് ഈസ് ബീൻ ഡിസൈൻഡ് ബൈ അസ്. ഒരു മൊമെന്റ്, ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി ഒരു സ്റ്റേജിൽ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അരമണിക്കൂറോളം സംസാരിക്കും. സോ ഐ വാസ് ലിസണിങ് ഹിസ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ആ മൊമെന്റ് മൈറ്റ് ബി ദാറ്റ് മച്ച് ലെങ്തിയർ വൺ. അല്ലെങ്കിൽ ഒരാള് ചോറ് മാത്രം പാചകം ചെയ്യുവാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് അവരുടെ മൊമെന്റിലോട്ട് എടുക്കാം. ഇടയ്ക്ക് ഒരു ചായയും കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ അവരുടെ മൊമെന്റ് മാറി വേറൊരു വർക്കും കൂടെ ചെയ്യാണ്. അപ്പൊ മൾട്ടി ടാസ്കിങ് ഈസ് പോസിബിൾ. ഹൗവർ the multitasking definition goes as one at a time. അതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അനിത മാം ആരോ ഒരു മാഡം എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. ഒരു ജോബ് ഒരു സമയത്ത്, അടുത്ത ജോബ് അടുത്ത സമയത്ത്, അടുത്ത ജോബ് അടുത്ത സമയത്ത്. നമ്മൾ ആക്ച്വലി ടെലിവിഷനിൽ ഒരു ഹീറോയിൻ അല്ലെങ്കിൽ ഒരു സീരിയലിൽ ഒരു സ്ത്രീ വന്ന് കരയുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു ഫുൾ ഇമേജ്, ഒരു 6 അടി ഹൈറ്റിൽ ഒരു സ്ത്രീ, അവര് നല്ല സാരി ഉടുത്ത് നിൽക്കുന്നു, മുടിയൊക്കെ കോതി പൂവൊക്കെ വെച്ച് നിൽക്കുമ്പോൾ കണ്ണിലിരുന്ന് കണ്ണുനീര് വരുന്നത് നമ്മൾ നേരെ കാണുന്നു. വേറെ സയൻസ് സേസ് ദാറ്റ് 156 ലൈനോ അല്ലെങ്കിൽ എത്രയോ ലൈനുകളും ഉണ്ട്. ആ ലൈനിന് ഓരോരോ ലൈനായിട്ട് സ്കാൻ ചെയ്ത് we consider it together and see the image. Am I right, father?
അതിനെപ്പറ്റി ഞാൻ ശരിക്കും പഠിച്ചു. സാർ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല സാർ. അത് അങ്ങനെയാണ് ആക്ച്വലി ടെലിവിഷനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു ചെറിയ സ്ലാൻഡിങ്ങിൽ ലൈൻ വന്ന് ഇങ്ങനെ 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 നമ്മൾ സ്കാൻ ചെയ്ത് ഫുൾ സ്കാനിങ്ങും നമ്മുടെ ബ്രെയിനിൽ ചെല്ലുമ്പോൾ ഫുൾ ഇമേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. ബട്ട് അറ്റ് എ പർട്ടിക്കുലർ മൊമെന്റ് 1/56 സെക്കൻഡിൽ എത്രയോ നമ്മൾ ഒരു ലൈൻ മാത്രമേ സ്കാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് സയൻസ് പറഞ്ഞു തന്നത് എനിക്ക്. അപ്പോൾ ഒരു ടൈമിന് അറ്റ് എ ടൈം ഒന്ന് മാത്രം ചെയ്യുവാണെങ്കിൽ അടുത്ത ടൈമിൽ അടുത്ത ലൈൻ സ്കാൻ ചെയ്താൽ നമ്മൾ ടുഗദർ ആയിട്ട് ഒരു ഫുൾ ഇമേജ് കാണുന്നതെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അതേപോലെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, ഈവൻ ദോ ഞാൻ ഈ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്ന വേർഡിനെ അവോയ്ഡ് ചെയ്യുന്നതാണ്. കോൺസെൻട്രേറ്റും അറ്റൻഷനുമുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അറ്റൻഷൻ ഈസ് വോളണ്ടറി, കോൺസെൻട്രേഷൻ ഈസ് ഇൻവോളണ്ടറി. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിടിച്ചു കെട്ടി ഈ പശു റോട്ടിൽ കൂടെ നടക്കാൻ റെഡി അല്ലെങ്കിൽ നമ്മൾ കയറിൽ കെട്ടി വലിച്ചോണ്ട് പോകുന്നതാണ്, നമ്മുടെ മൈൻഡിന് കൊണ്ടുപോകുന്നതാണ് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പം അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത്, മക്കളെ നീ ഇതിനു കൂടെ നടന്നു വന്നാൽ എൻ്റെ കൂടെ വരാൻ പറ്റും, വന്നാൽ ഇങ്ങനെ ഗുണമാകുമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് അതിന് വോളണ്ടറി ആയിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് അറ്റൻഷൻ. So there is a much difference between attention and our concentration. So I am being taught that not to add a word concentration in mindfulness. മൈൻഡ്ഫുൾനെസ്സിനകത്ത് നോർമലി നല്ല പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ വിദഗ്ധന്മാർ ആരും കോൺസെൻട്രേഷൻ വേർഡ് ആഡ് ചെയ്യത്തില്ല. പണ്ടത്തെ മെഡിറ്റേഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഏരിയയിലോട്ട് നിൽക്കണമെന്നൊക്കെ പറയും. അപ്പം മൈൻഡ്ഫുൾനെസ് കുറച്ചുകൂടെ മെഡിറ്റേഷനിലിരുന്ന് കുറച്ച് ഒരു ചെറിയതായിട്ട് വഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് സേ യെസ്. ബട്ട് ഈസ് മൈൻഡ്ഫുൾനെസ് എ മെഡിറ്റേഷൻ? യെസ്, ട്രൂ. മൈൻഡ്ഫുൾനെസ് ഇസ് ട്രൂ മെഡിറ്റേഷൻ. ബട്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ആക്ച്വൽ, ഞാൻ അതേ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് സെയിം ആണ്. ശബ്ദമില്ലാത്ത, ലൈറ്റ് ഇല്ലാത്ത, ശല്യമില്ലാത്ത ഏരിയയിൽ നമ്മൾ കയറി ഇരുന്നിട്ട് ഒറ്റ ഏരിയയിൽ ഒരു ബിന്ദി വെച്ച് ആ ബിന്ദിയിൽ ഏകാഗ്രതയായിട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന്, ഈവൻ എന്നെ പഠിപ്പിച്ചത് പോലും അങ്ങനെയായിരുന്നു. നീ ആ ബിന്ദിനെ നോക്കിക്കൊണ്ടേയിരുന്നാൽ ഒരു സമയത്ത് ആ ബിന്ദി മായും. ദാറ്റ് മീൻസ് നൗ യു സ്റ്റാർട്ടഡ് ഹാവിങ് യുവർ മൈൻഡ്ഫുൾനെസ്, മീൻസ് കോൺസെൻട്രേഷൻ. അപ്പോൾ നിനക്ക് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ശേഷി എത്തി, അല്ലെങ്കിൽ യു ആർ ഇൻ ദ മെഡിറ്റേറ്റീവ് ഏരിയ എന്നാണ് എന്നെ ആദ്യം, ഇപ്പോഴല്ല, ഒരു 35 വർഷത്തിന് മുമ്പ് ഒരു സാറ് പഠിപ്പിച്ചു തന്നത്. അപ്പം അതിലൊക്കെ പോയപ്പോൾ ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അങ്ങനെയേ അല്ല. യു ബി അവെയർ, എസ്പെഷ്യലി നമ്മുടെ ബോഡിയുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മളെ മൈൻഡ്ഫുൾനെസ്സിന് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, യു ഷുഡ് ബി അവെയർ ദാറ്റ് യു ആർ ഫിസിക്കലി ബി പ്രസന്റ് ആൻഡ് ഡൂയിങ് സംതിങ്, and technically you are breathing in and breathing out. അപ്പോൾ ഈ നമ്മൾ പല സമയങ്ങളിലും മറന്നു പോകുന്ന ഒരു കാര്യം, നമ്മൾ ബ്രത്ത് എടുക്കുക, ബ്രത്ത് വിടുക എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ടോട്ടലി ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ അത് മറന്നു പോവുകയാണ്. ഈവൻ നമ്മൾ ഓയിൽ വി ആർ വാക്കിംഗ്, നമ്മുടെ മുട്ട് ഗ്രൗണ്ടിലിരുന്ന് പാദം ഒരു അറ്റ്ലീസ്റ്റ് 1-2 ഇഞ്ചസ് പൊങ്ങുന്നു, നമ്മുടെ മുട്ടിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ ബാക്കിലിരുന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നു, അവിടെ ചെന്ന് ഫേമായിട്ട് ഗ്രിപ്പ് വെക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് അടുത്ത സൈഡിലോട്ട് ഷിഫ്റ്റ് ആകുന്നു. ദെൻ നെക്സ്റ്റ് ലെഗ് ഈസ് ഫ്രീ ഫ്രം വെയിറ്റ്, ദെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലിഫ്റ്റഡ്. ഈ കാര്യങ്ങൾ ഒന്നുമേ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല. ഇഫ് യു സ്റ്റാർട്ട് നോട്ടീസ് ദാറ്റ് യു ആർ ഡൂയിങ് എ ഗുഡ് എമൗണ്ട് ഓഫ് ജോബ് while you are walking, അല്ലെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ കൈ അനങ്ങുവാണെങ്കിൽ ഓരോരോ ജോയിന്റിലും എത്രയാണ് സ്വിങ് കിട്ടുന്നത്. ഇതെല്ലാം ഞാൻ ഈ സ്വിങ് കിട്ടുമ്പോൾ ഇതിൻ്റെ എയറിന് എഗൻസ്റ്റ് ആണോ, എയറിൻ്റെ അലോങ് ആണോ, അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടോ, എനിക്ക് എയറിൻ്റെ സപ്പോർട്ട് ഉണ്ടോ, ഇത് ഞാൻ മേക്കൗട്ട് ചെയ്ത് കുറച്ച് ചെയ്യുവാണെങ്കിൽ ഓരോരോ കാര്യത്തിലും ഐ ആം വിത്ത് മൈ ബോഡി ആൻഡ് വിത്ത് എൻവിറോൺമെന്റ്. എൻ്റെ എൻവിറോൺമെന്റും ഞാനും ഇരിക്കുന്ന പ്രസന്റ് മൂമെന്റും എവിടെയാണ് ഇരിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ എൻ്റെ ബോഡിയുടെ ബിഹേവിയർ
will be little more different than other time. ഞാൻ മെഡിറ്റേറ്റ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇല്ലാത്ത സമയത്ത്, ഞാൻ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്തും എൻ്റെ ബോഡിയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരും. ചെറിയ ഡിഫറൻസ് വരുമ്പോൾ വെൻ ഐ റെക്കഗ്നൈസ് ദാറ്റ് ഞാൻ ശ്വസിക്കുന്നുണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ ആരും നമ്മൾ പ്രൈസ് ചെയ്യാറില്ല. ഐ എം സപ്പോസ് ടു പ്രൈസ് മൈ ബോഡി ആൻഡ് മൈ ബ്രത്ത്, മൈ ഹാർട്ട്, മൈ ലങ്സ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആ ഒരു സെക്കൻഡ് ആലോചിക്കുമ്പോൾ വി വിൽ ബി മേഡ് ടു തിങ്ക് അബൌട്ട് അവർ സെൽഫ്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഐ വിൽ നോട്ട് ഗെറ്റ് എക്സ്ട്രാ ആങ്സൈറ്റി. എക്സ്ട്രാ ആങ്സൈറ്റി എപ്പോൾ വരുന്നെന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൽ 4 പേര് പുതിയ വീട് വെച്ച് ബെൻസ് കാർ വാങ്ങിച്ച്, അല്ലെങ്കിൽ അവൻ പടപടയെന്ന് വളർന്ന് അവൻ്റെ ഇൻകം ഹെവിയറായി, എൻ്റെ ഇൻകം ഹെവിയർ ആയില്ല, ഇങ്ങനെ കുറേ എക്സ്ട്രാ കമ്പാരിസൺ വരുമ്പോഴാണ്. ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ തമിഴിലെ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ എന്നെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ഐ വിൽ ഗെറ്റ് ലിറ്റിൽ കാംനെസ് ദാൻ അതർ പീരിയഡ്. ആ കാംനെസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആങ്സൈറ്റീനെ കുറയ്ക്കും. ആങ്സൈറ്റീനെ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സ്ട്രെസ് വരത്തില്ല. സോ മൈൻഡ്ഫുൾനെസ് റെഡ്യൂസസ് യുവർ സ്ട്രെസ്, റെഡ്യൂസസ് യുവർ ആങ്സൈറ്റി. ഈവൻ വേദനകൾ ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ കഴുത്തിന് ഒരു വേദന ഉണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട് തിങ്ക് അബൌട്ട് യുവർ നെക്ക്. അവിടെ ഉള്ള പെയിനെ കുറിച്ച് ആലോചിക്കുക. പെയിൻ എത്ര നിങ്ങൾ സഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിലിരുന്ന് ഞാൻ റിലീഫ് ആകാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങും. ദാറ്റ്സ് വാട്ട് മൈൻഡ്ഫുൾനെസ് ഇസ്. ഒരു സ്റ്റെപ്പ് അഹഡായിട്ട് പോകണമെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ആളെ ഈ പത്രത്തിൽ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾനെസ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കുറേ ഈ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മൈൻഡ്ഫുൾനെസ് എന്ന് ഫസ്റ്റ് ലെവലിൽ പറയും. സെക്കൻഡ് ലെവലിലോട്ട് എത്തുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് ആലോചിക്കാനും നമ്മുടെ ശ്വാസത്തിനെ കുറിച്ച് ആലോചിക്കാനും നമ്മുടെ ബ്രീത്ത് എത്ര ലെങ്തിയർ ആണോ അല്ലെ ഷോർട്ടർ ആണോ എന്നൊന്ന് മേക്കൗട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി തിങ്കിങ് ആർ ലുക്കിംഗ് ഇൻവേർഡ്. അതാണ് ആക്ച്വലി വെൻ യുവർ ഐസ് ആർ ഓൾവേസ് ലുക്കിംഗ് ഔട്ട്, അറ്റ് ടൈംസ് യു ട്രൈ ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നമ്മുടെ കണ്ണ് അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആങ്സൈറ്റി ഇല്ലാതാവും, നമ്മുടെ സ്ട്രെസ് കുറയും. അതുകൊണ്ട് പെയിനിന് പോലും നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ കാംനെസ്സിലോട്ട് എത്തുവാണെങ്കിൽ ഇൻസോംനിയ എന്ന് പറയുന്ന ഉറക്കമിന്മ എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ ഉറക്കം ഇല്ലാതെ ആകാതിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ നോർമൽ ഉറക്കത്തിലോട്ട് പോകും. പിന്നെ ഈ കാംനെസ് വന്നു കഴിഞ്ഞാൽ യുവർ ഹാർട്ട് ബീറ്റ് വിൽ ബി നോർമൽ. അത് വരുമ്പോൾ ഹൈ BP അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കുറയും. So if you do meditation or if you do mindfulness meditation, your benefit will be you will be reducing your BP, you will be reducing your anxiety, you will be reducing your stress, in turn you will be reducing your depression. അപ്പോൾ ഡിപ്രഷന് നല്ലൊരു മരുന്നാണ് മെഡിറ്റേഷൻ. ഡിപ്രഷന് നല്ലൊരു മരുന്നാണ് വാട്ട് യു കോൾ ദാറ്റ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ്. അപ്പം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസിൽ നമ്മൾ അന്ന് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഗ്രൗണ്ടിങ് എക്സസൈസ്. ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, യു ട്രൈ ടു ഡിസ്ചാർജ് ആർ ഗ്രൗണ്ട് ദ എക്സ്ട്രാ സ്റ്റിമുലേഷൻ or impulsiveness, what is happening in your brain or what is happening in your body. അത് ഒരു ഇമ്പൾസിവിറ്റി കുറച്ചുകൂടെ കൂടുവാണെങ്കിൽ സംസാരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ഷിവറിങ് വരും. ഐ നോട്ടീസ്ഡ് അറൗണ്ട് 5 days ബാക്ക്, 5 days അല്ല, ഒരു 7 days ബാക്ക്, നമ്മുടെ ഗവർണർ എന്തോ ഒന്നിന് റിപ്ലൈ ചെയ്യുമ്പോൾ ഹിസ് വേർഡ്സ് വർ നോട്ട് വെരി സ്മൂത്ത് ആൻഡ് വേർഡ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ എനിക്ക് തോന്നിയത്, മീൻസ് ബീയിങ് സൈക്കോളജിസ്റ്റ്, ബീയിങ് മൈൻഡ്ഫുൾനെസ് പേഴ്സൺ, എനിക്ക് തോന്നിയ ഒരു ചെറിയ വൈബ്രേഷൻ എക്സ്ട്രാ ഉണ്ടായിരുന്നോ എന്ന്. അപ്പം ആ എക്സ്ട്രാ വൈബ്രേഷൻ നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്കല്ല, എത്ര വലിയ കാര്യമാണെങ്കിലും
നമുക്ക് സ്മൂത്തറായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇമ്പാക്റ്റ് വരുന്നില്ല എന്ന് വിചാരിച്ച് സംസാരിച്ചു പോകാൻ പറ്റും. അപ്പം അതാണ് മെയിനായിട്ട് വരുന്നത്. അല്ലാതെ മൈൻഡ്ഫുൾനെസ് വേറെ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് സ്ലീപ്പ്. അപ്പം ഒരു സ്ഥലത്ത് സ്ലീപ്പ് ഇല്ലാതാകുന്നത് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇംപ്രൂവ് സ്ലീപ്പ്. പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ കുറയുന്നതോടെ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചപ്പോൾ ഈവൻ യു വിൽ ഹാവ് ബെറ്റർ ഡയബറ്റിക് കൺട്രോൾ എന്നാണ് പറയുന്നത്. ബെറ്റർ ഡയബറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഡയബറ്റസ് സ്റ്റാർട്ട്സ് ഫ്രം യുവർ സ്ട്രെസ് എന്നാണ്. ഈ ഡയബറ്റിസിൻ്റെ കോസസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കോസസ് നോർമലായിട്ട് സ്ട്രെസ്സിലിരുന്നാണ് തുടങ്ങുന്നത്. സ്ട്രെസ്സിൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പാങ്ക്രിയാസ് പ്രശ്നം കാണിക്കുന്നു, അത് ഹൈബർനേഷൻ മോഡിലോട്ട് പോകുന്നു. ആദ്യത്തെ 1.5 വർഷത്തിൽ യു ക്യാൻ റിവേഴ്സ് ഇറ്റ് ഫാസ്റ്റ്ലി എന്നാണ് പറയുന്നത്. ബിക്കോസ് ദ പാങ്ക്രിയ വിൽ ബി ഇൻ ഹൈബർനേറ്റഡ് മോഡ്, അല്ലെങ്കിൽ ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നതിന് ഉണർത്താൻ പറ്റും. 5 വർഷം കഴിഞ്ഞാൽ ഉണർത്താൻ പറ്റില്ല എന്നാണ് അലോപ്പതി മെഡിസിൻ പറയുന്നത്. ബട്ട് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ പേർ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് കുറേ പേർ വന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എത്ര എന്നൊക്കെ ഞാൻ ലാബിൽ ചെക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടില്ല. ദെയർഫോർ ഐ വിൽ നോട്ട് സേ ദാറ്റ് വെദർ ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഓർ നോട്ട്. ഹവർ ഇറ്റ് ഈസ് കൺട്രോളബിൾ എന്ന വാക്കിലോട്ട് നമുക്ക് പോകാം. അപ്പം ഡയബറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്യുന്നത് എപ്പോഴും എവിടെ വച്ചും, ഇപ്പം രമാവതി മാം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാവലിംഗ് ടൈമിൽ ട്രെയിനിലോ ബസ്സിലോ വണ്ടിയിലോ എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷനെ കണ്ണ് അടച്ചുകൊണ്ടിരുന്ന് മാത്രമേ ചെയ്യാവൂന്ന് പറയുന്ന മെഡിറ്റേഷനിലിരുന്ന് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പണിയെ ചെയ്യുക, ചെയ്യുന്ന പണിയെ നീറ്റായിട്ട് ചെയ്യുക, വിത്ത് അറ്റൻഷൻ ചെയ്യുക. യു ഷുഡ് ബി ഇനിഷ്യലി അവെയർ ദാറ്റ് you are driving. You should be aware that you are traveling. You should be aware that beside that co-passengers are there in case if you are in bus or if you are in train. Co-passengers are there. You are sitting one among them. നിങ്ങൾ അവെയർ ആയിരിക്കണം. പിന്നെ ഇത്രയും ഏരിയ കടന്നുപോയി, ഇപ്പോൾ സമയം ഇതാണ്. റൈറ്റ്, ഐ ആം ഗോയിങ് ഫോർ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. റൈറ്റ്, യു ഗോ ഓൺ. ഇപ്പോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? യു ഷുഡ് ബി അവെയർ വാട്ട് ആർ യു ഡൂയിങ്. യു ഷുഡ് അറ്റൻഡ് ടു ദാറ്റ്. ഈ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ആ വാക്കുകൾ പറയാം. മൊമെന്റ് ടു മൊമെന്റ്, മൊമെന്റ് ടു മൊമെന്റ് ക്ലാരിറ്റി വേണം. ഞാൻ ഇന്നലെ ട്രെയിനിലിരുന്നപ്പോൾ അവിടെ കുറേ പിള്ളേർ എന്തൊക്കെയോ ചലച്ചുകൊണ്ടിരുന്ന്, അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന്, അവർ വേറെ കഥ അടിച്ചുകൊണ്ടിരുന്ന്. ലീവ് ദാറ്റ്. ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പോൾ ഇറ്റ് ഈസ് എ ഫ്രഷ് ആൻഡ് ബിഗിനേഴ്സ് മൈൻഡിലോട് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ യു വിൽ റിയലി ഫീൽ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ. അപ്പം ബി അവെയർ, ബി അറ്റൻഡ്, തിങ്ക് ഓൺ മൊമെന്റ് ടു മൊമെന്റ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്തായിരുന്നു, നാളെ എന്തായിരിക്കും, ആ മനുഷ്യൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ സാബു സാർ എപ്പോഴും എല്ലാവരെയും ഇങ്ങനെ സംസാരിക്കുള്ളൂ, ഇളങ്കോ വന്നാൽ ഇങ്ങനെ തമിഴിലേ സംസാരിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ കുറേ ചോദിച്ചുകൊണ്ടിരുന്നാൽ അതെല്ലാം പ്രീ ജഡ്ജ്മെന്റ് ആണ്. വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് സ്റ്റാർട്ട് ഹിയർ ഇറ്റ്. കേൾക്കാൻ താല്പര്യമാണെങ്കിൽ കേൾക്കുക, നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൈൻഡിനകത്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യുക. ഓരോ സമയത്തും എന്താണ് ചെയ്യേണ്ടത്, അത് വിത്തൗട്ട് എനി പ്രീ ജഡ്ജ്മെന്റ്. ദെൻ ഹാവ് ബിഗിനേഴ്സ് മൈൻഡ്. ബിഗിനേഴ്സ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഒരു കാണാത്ത ഒരു സ്ഥലം, ഇപ്പോൾ ലണ്ടനിലോ അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡിലോട്ടോ പുതിയതായിട്ട് ഞാൻ ഇന്നലെ വരെ ചെന്നിട്ടില്ല. പുതിയതായിട്ട് ചെല്ലുമ്പോൾ എയർപോർട്ട് തൊട്ട് എല്ലാം ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ക്യൂരിയോസിറ്റി കൂടും. ഇത് കൊള്ളാമല്ലോ, ഇതിങ്ങനെയാണോ, ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എന്തൊക്കെ പറയണം, 4 ഫോട്ടോ എടുത്ത് വെക്കണ്ടേ, ഇതൊക്കെ പറയണ്ടേ, എന്തൊക്കെ വേണം എന്നൊക്കെ. ഇതേ ക്യൂരിയോസിറ്റി ഈവൻ ഇഫ് യു ഗോ ഫ്രം യുവർ ഓൺ പ്ലേസ് ടു 3 കിലോമീറ്റർ അങ്ങപ്പുറത്ത് പോകുമ്പോഴും സെയിം ക്യൂരിയോസിറ്റി ആയിട്ട് കാണുക. അപ്പോൾ ഇന്നലെ കണ്ട സിറ്റി അല്ല ഇന്ന്, അതിനകത്ത് കുറേ ചേഞ്ചസ് ഉണ്ട്. പല കടകളിലെ LED ലൈറ്റ് മാറ്റിയിരിക്കാം, പല കടകളുടെ ഷേപ്പുകൾ മാറ്റിയിരിക്കാം, പല കടകളിലെ ആൾക്കാർ മാറിയിരിക്കാം, വാങ്ങിക്കുന്ന കസ്റ്റമർ മാറിയിരിക്കും, റോട്ടിൽ കൂടെ നടക്കുന്ന ആൾക്കാർ മാറിയിരിക്കും, പോകുന്ന ബസ്സുകൾ മാറിയിരിക്കും, കാറുകൾ മാറിയിരിക്കും. അപ്പം there are innumerous changes. Start observe the change. എല്ലാ ദിവസവും പോവുകയാണെങ്കിലും നിങ്ങൾ അന്നും ഓരോ സമയവും ബിഗിനേഴ്സ് മൈൻഡായിട്ട് ഫ്രഷറായിട്ട് നിങ്ങൾ നോക്കാൻ തുടങ്ങുവാണെങ്കിൽ ദാറ്റ് ഈസ് സോ കാൾഡ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. അതാണ് ഞാനും സാബു സാറും സാമച്ചനും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വലിയ കാര്യമല്ല, വളരെ സിംപിളറാണ്. പക്ഷെ സിംപിളറാണെങ്കിൽ അതിനെ ഞാൻ ഇന്നലത്തെ റെഫറൻസ് എടുക്കാതെ
അല്ല ഇന്നലെ ആരോ ഒരു കാര്യം പറഞ്ഞ റെഫറൻസിന് എടുക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ലായിരിക്കാം. ബട്ട് ട്രൈ അറ്റ് യുവർ ലെവൽ ബെസ്റ്റ് ബൈ വിച്ച് യു വിൽ ഓൾവേസ് ഫീൽ ഇൻഡിപെൻഡൻറ്റ്. ജീവിതത്തിൽ സൊസൈറ്റിയിൽ എനിക്ക് മാത്രം ജീവിക്കാൻ പറ്റുമോ? അല്ല, നോട്ട് പോസിബിൾ. എൻ്റെ മിസ്സസ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരും, എൻ്റെ മോള് പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് അവർ ചെയ്യുമായിരിക്കും. അപ്പം ഒരാൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വിത്ത് ഇന്റർഡിപ്പെൻഡൻസി ആ രീതിയിലോട്ട് പോകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ഇൻഡിപെൻഡൻസിനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ യു ആർ റീച്ചിങ് ഓൺ എ മൈൻഡ്ഫുൾനെസ് ഏരിയ. അപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നാൽ ഇടയ്ക്ക് ഒരു സിൽവർ ലൈൻ ഇടയ്ക്കിടയ്ക്ക് വരച്ചു പോവുകയാണ്. ആ സിൽവർ ലൈനിൻ്റെ ഗ്യാപ്പ് റൈറ്റ്ലി മനസ്സിലാവുകയാണെങ്കിൽ വി വിൽ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് മൈൻഡ്ഫുൾനെസ് ഏരിയ ഈസ് ദിസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സോട്ട് പോകുമ്പോൾ മൈൻഡ്ഫുൾനെസ് എല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ണടച്ചോളൂ, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ എന്ന്. അതെല്ലാം മൈൻഡ്ഫുൾനെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഇറ്റ് ഈസ് എ മൈൻഡ്ഫുൾനെസ്. ബട്ട് അത് മാത്രമാണോ മൈൻഡ്ഫുൾനെസ്? അല്ല. റോട്ടിൽ കൂടെ നടക്കുന്നത് മൈൻഡ്ഫുൾനെസ് ആയിട്ട് നടക്കാൻ പറ്റും. കടയ്ക്ക് പോകുന്നതിന് ഒരു സഞ്ചി കയ്യിലെടുത്തുകൊണ്ട് ഒരു പഴമോ അല്ലെങ്കിൽ പാലോ വാങ്ങിക്കാൻ പോകുന്നതിന് പോലും നിങ്ങൾ എത്ര സ്റ്റെപ്പ് ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ഇറങ്ങി എത്ര സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് കട വന്ന്, അല്ലെങ്കിൽ എത്ര സമയമെടുത്തു, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നു റോട്ടിലെന്ന് ചോദിക്കാൻ എല്ലാ പോയിന്റ്സും പറയാൻ പറ്റുവാണെങ്കിൽ യു ഹാവ് വാക്ക്ഡ് മൈൻഡ്ഫുള്ളി. അതല്ലെങ്കിൽ യു ഹാവ് വാക്ക്ഡ് ഓട്ടോ പൈലറ്റ് മോഡ്. വേറെ എന്തോ കാര്യം ആലോചിച്ചുകൊണ്ട് എന്തോ ചെയ്തുകൊണ്ട് എത്ര സ്റ്റെപ്പ് വെച്ചെന്ന് പോലും നിങ്ങൾ യു ആർ വാക്കിംഗ്. പക്ഷെ എത്ര സ്റ്റെപ്പ് വെച്ചെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ, 148 നിന്ന് വേണ്ട 150, 135, 140 പറയാൻ പറ്റുവാണെങ്കിൽ യു ഹാവ് ആൽമോസ്റ്റ് ഒരു 80% ഓഫ് ടൈം യു ഹാവ് വാക്ക്ഡ് മൈൻഡ്ഫുള്ളി എന്ന് പറയും. പിന്നെ മൈൻഡ്ഫുൾനെസ് ചെയ്യുമ്പോൾ I again repeat it, your emotion and thoughts always come along with you. അപ്പോൾ എമോഷൻ പല സമയങ്ങളിൽ നിങ്ങൾ വേറൊരു സ്റ്റേറ്റിലോട്ട് കയറ്റി നിർത്താൻ ശ്രമിക്കും. You should not get addict of emotion. You should not get carried away by your thought. അപ്പോൾ നിങ്ങളുടെ തോട്ടും എമോഷനും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ല. As long as I am human, emotion and thought will be accompanying me wherever I go. അതിനകത്ത് സംശയമേ ഇല്ല. But when I do mindfulness, I should be aware that I have moved out of my mindfulness. എൻ്റെ ചിന്ത വേറെ എങ്ങോട്ടോ വലിച്ചോണ്ട് പോയി. Come back immediately. Immediately come back. Start to do your mindfulness work. നിങ്ങളുടെ എമോഷണൽ സ്റ്റേറ്റ് വേറെ എവിടെയോ മാറിപ്പോയി. റൈറ്റ്, ഐ ഹാവ് എമോഷണലി ഗോട്ട് ഡീവിയേറ്റഡ്. മനസ്സിലാക്കിയാൽ മതിയാ. യു ഷുഡ് ബി അവെയർ. അതവിടെയാണ് ഞാൻ അവെയറും അറ്റൻഷനും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. യു ഷുഡ് ബി അവെയർ ദാറ്റ് യു ലോസ്റ്റ് യുവർ മൈൻഡ്ഫുൾനെസ്, യു ലോസ്റ്റ് യുവർ പർട്ടിക്കുലർ പൊസിഷൻ. കം ബാക്ക്. അപ്പം അതിൻ്റെ ഉപരി നിങ്ങൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം യു ലോസ്റ്റ് യുവർ മൈൻഡ്ഫുൾനെസ്, യു ഷുഡ് ബി അവെയർ. എനിക്ക് ഒരു 6 പ്രാവശ്യം ഡിസ്റ്റർബൻസ് വന്നു, അല്ലെങ്കിൽ 22 പ്രാവശ്യം ഡിസ്റ്റർബൻസ് വന്നു. ആൻഡ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഒരു 4 days ബാക്ക് ന്യൂ ഇയർ മെസ്സേജിന് വേണ്ടി 31st നൈറ്റ് ഒരു അസോസിയേഷൻ എന്നെ വിളിച്ചിരുന്നു, റഫ്ലി 7 kilometers അവേ. അപ്പം ഞാൻ പോയിരുന്നു. അവിടെ വേറൊരു ടോക്കാണ് കൊടുത്തത്, ഹൗ ടു റിസീവ് 2024 എന്നാണ് ഞാൻ ആ ടോക്ക് കൊടുത്തത്. അതിനകത്ത് ചെറിയ ഒരു എമോഷനും തോട്ടും മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഏരിയ പോലും ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഐ ഹാവ് ഗോൺ ദെയർ സ്റ്റുഡ്. ഞാൻ മൈക്ക് എങ്ങനെ പിടിച്ചോണ്ട് നിന്നെന്ന് എനിക്ക് ഓർമ്മ വന്നു. ബട്ട് ഐ കം ബാക്ക്. അപ്പം ഐ മേ ബി ഗെറ്റിംഗ് ലോസ്റ്റ്. ഇതിനകത്ത് സംശയമേ ഇല്ല. ഞാൻ 14 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുത്തനാണ്. പ്രാക്ടീസ് ചെയ്താൽ പോലും നമ്മൾ ബീയിങ് എ ഹ്യൂമൻ സംടൈംസ് വി വിൽ ബി ആൾസോ ഗെറ്റിംഗ് ക്യാരിഡ് അവേ ബൈ അവർ തോട്ട്. അപ്പം അതിനകത്തൊന്നുമല്ല. ബട്ട് ഹൗ ഫാസ്റ്റ് വി കം. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടെ പറഞ്ഞു തരാം. ഈ മൈൻഡ്ഫുൾനെസ് ചെയ്യുന്നവർ
കാംനെസ് അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വിഷമം വേദന വരാതിരിക്കുവോ? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മരണപ്പെടുമ്പോൾ എനിക്ക് കരച്ചിൽ വരാതിരിക്കുവോ? ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഐ ആം എ മാൻ. എനിക്ക് എല്ലാ എമോഷണൽ ഡിസ്റ്റർബൻസും വരും. പിന്നെ ഒന്നുകൂടെ ഞങ്ങൾ എംപ്രിക്കലി അല്ലെങ്കിൽ കണ്ടെത്തിയ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു കോമണറിന് ഒരു 65% ഡിസ്റ്റർബൻസ് വരുവാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരു 75% ഡിസ്റ്റർബൻസ് വരും. ഡിസ്റ്റർബൻസ് ഓവറാകും. ബട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്ക് 2 ദിവസം വിഷമം നിൽക്കുവാണെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് തീരും. സോ റെസിലിയൻസ് വിൽ ബി ഫാസ്റ്റർ ഇൻ കേസ് ഇഫ് യു ആർ പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്. ഇത് ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കൂടെ എക്സ്ട്രാ ഉണ്ട്. ഈവൻ ദോ ദ സ്പൈക്ക് ഇസ് ഓൺ ഹയർ സൈഡ്, സ്പൈക്ക് ഓഫ് ഡിസ്റ്റർബൻസ് ഓൺ ഹയർ സൈഡ്, but your resilience will be faster and your body will not be disturbed a lot. അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ആയിരിക്കും, ഇല്ലെങ്കിൽ വരത്തില്ല. നിങ്ങൾക്ക് കാംനെസ് ഈസിയറായിട്ട് വരും. നിങ്ങൾ വേറൊരുത്തരെ ചീത്ത വിളിക്കാൻ വായൊക്കെ എടുത്ത് ഡാ ഡുഷു എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇഫ് യു ബിക്കം മൈൻഡ്ഫുൾനെസ്, നിങ്ങൾ പറയും പോട്ടെ അവൻ പോട്ടെ എന്ന് പറഞ്ഞു വിടും. അപ്പം നമ്മൾ എല്ലാവരും മൈൻഡ്ഫുൾനെസ്സിനോട്ട് പോകുവാണെങ്കിൽ ദ സൊസൈറ്റി വിൽ ബി മച്ച് ബെനിഫിഷ്യൽ. ആൻഡ് പണ്ട് ഒരു 50-70 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സൊസൈറ്റീനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, സ്നേഹപൂർവ്വം പറ്റും. അതെന്ന് പറഞ്ഞാൽ അന്ന് ഈ സൊസൈറ്റിയിൽ സ്നേഹമാണ് കൂടുതൽ ഉണ്ടായിരുന്നത്, വെഞ്ചൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഇന്ന് ഹൗ ക്യാൻ ഐ വിൻ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പോലും എങ്ങനെയാണ് ഒരുത്തൻ വേറൊരുത്തനെ പറ്റിക്കാമെന്ന് പറഞ്ഞാണ് ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഏരിയയിലോട്ട് നമ്മൾ പോകാതിരിക്കും. പിന്നെ നമ്പർ 3, മൈൻഡ്ഫുൾനെസ്സിലെ ഒരു കാര്യം കൂടെ ഞാൻ പഠിച്ചത്, ഈസ് ദെയർ നെഗറ്റീവ് തോട്ട് ആൻഡ് പോസിറ്റീവ് തോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലിസ്റ്റിക് ആംഗിളിൽ നോക്കുവാണെങ്കിൽ ദർ ഈസ് എ പോസിറ്റീവ്, ദർ ഈസ് എ നെഗറ്റീവ്. ബട്ട് യുവർ മെന്റൽ സ്റ്റേറ്റിൽ നോക്കുമ്പോൾ there is no much difference between positivity and negativity. അതിൻ്റെ കണക്ക് എങ്ങനെ ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു -5 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എനിക്ക് ജ്യോതി മാം, അമർ ജ്യോതി മാം കാണുന്നു, പക്ഷെ മൈക്ക് ഓഫ് ആണ്. നെഗറ്റീവ്. നെഗറ്റീവ് ആണ്. നെഗറ്റീവ്. ഓക്കെ. -10 വേറൊരാൾ നിൽക്കുമ്പോൾ -10 -5 കാണുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? -5 is in now positive side or negative side? പോസിറ്റീവ് സൈഡ്. അതെ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പൊ നമ്മുടെ നെഗറ്റിവിറ്റിയും നമ്മുടെ പോസിറ്റിവിറ്റിയും Sir, I'm mute. Okay, sorry sir. When you take reference from somewhere else, നിങ്ങൾ റെഫറൻസ് എടുക്കുന്നത് 0-ലാണോ +2-ൽ ഇരുന്നാണോ -10-ൽ ഇരുന്നാണോ എന്ന് നോക്കേണ്ടത്. അപ്പോൾ when you take a reference from -10, -5 is a positive integer. When you take a reference of 0, -5 is a negative integer. So നെഗറ്റീവും പോസിറ്റീവും തീരുമാനിക്കുന്നത് നമ്മളാണ്, not others. സൊസൈറ്റി വേണമെങ്കിൽ ഇവൻ നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറയുന്നതായിരിക്കും. അല്ല, യു ക്യാൻ ഡിക്ലെയർ യുവർ സെൽഫ് യു ആർ ഓൺ എ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ പോസിറ്റീവ് സൈഡ്, ഇറസ്പെക്റ്റീവ് ഓഫ് യു ആർ ഓൺ -5. അപ്പോൾ ഈ തിയറി നിങ്ങൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ വെൻ യു ആർ ഇൻ മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ പലരും നെഗറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എടുക്കുകയില്ല. ഞാൻ ഫ്ലവർ TV-യിലെ 31 ഡിസംബർ 2023 ന്യൂ ഇയർ പ്രോഗ്രാം കാണുമായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരുന്ന്. ആ ഫ്ലവർ TV-യിൽ ഒരുത്ത് പാട്ടുകാരി വന്നിരുന്നത്, എത്ര പേര് ഫ്ലവർ TV കണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാട്ടുകാരി വന്നയാള് പ്രോബബ്ലി നമ്മളെല്ലാവരും പറയുന്ന
ഒരു മീൻസ് പണ്ട് കാലത്ത് ബ്രേസിയർ എന്ന് പറയുന്ന ഒരു ഡ്രസ്സിന് ഒരു കുറച്ചുകൂടെ വലിയ ബ്രേസിയർ ഇട്ടിട്ട് ആ സ്ത്രീ വന്ന് നിന്ന് പാടുകയാണ്. താഴെ ഒരു ലെഗിൻസിന്റെ മുകളിൽ ഒരു പകുതി ഒരു മുണ്ട് എടുത്ത് മുട്ടിന് മുകളിൽ വരെ മുണ്ടുള്ളു. ഇങ്ങനത്തെ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ബട്ട് ഇഫ് യു തിങ്ക് ദാറ്റ് ഷീ ഈസ് നോട്ട് ഇൻ എ റൈറ്റ് ഡ്രസ്, യു ആർ റോങ്. ബിക്കോസ് ആ ലേഡി വിചാരിച്ചു കാണും ഞാൻ സ്റ്റേജിൽ നിന്ന് പാടാൻ പോവുക, അവിടെ AC ഇല്ല, ഫാനാണ് ഉള്ളത്, അതുകൊണ്ട് ഐ ഷുഡ് ബി വിത്ത് ലൈറ്റ് ഡ്രസ് ബൈ വിച്ച് മൈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആർ എൻഹാൻസ് എന്ന് അവർ വിചാരിച്ചിരുന്നാൽ ഐ ആം അറ്റ് റോങ് പ്ലേസ്, ഷീ ഈസ് അറ്റ് റൈറ്റ്. ഫാദർ അങ്ങനെ എടുക്കാവോ? തീർച്ചയായിട്ടും സാറേ. അതെ, അത്രയേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു കമന്റ് പാസ് ചെയ്ത് ഈ പെണ്ണിന് വേറെ ഡ്രസ്സ് വേഷം ഇതാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അടുത്ത 2ാമത്തെ മിനിറ്റ് വെൻ ഐ ബ്രോട്ട് ബാക്ക് മൈ മൈൻഡ്ഫുൾനെസ് ഐ ടോൾഡ് എൻ്റെ മിസ്സസ് ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിൻ്റെ മിസ്സസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 4 പേരും പറഞ്ഞു അവർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയും ഫ്രീ ആയിരിക്കാൻ വേണ്ടിയും കൈ കാലൊക്കെ ശരിക്കും അനക്കി പാടാൻ വേണ്ടിയും അവർ ഇങ്ങനത്തെ സിംപ്ലസ്റ്റ് ഡ്രസ്സ് ഇട്ട് എന്താ തെറ്റ്? ശരിയാണടേ എന്ന് അവരും പറഞ്ഞു. അപ്പം എത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അത് നെഗറ്റീവായിട്ട് എടുക്കുന്നതും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നതും നമ്മുടെ മൈൻഡിലുള്ള പല റെഫറൻസുകളാണ്. നമ്മുടെ മൈൻഡിലുള്ള റെഫറൻസിന് ഉള്ള കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഹിപ്പോ ക്യാമ്പസ് എന്നൊരു സാധനം നമ്മുടെ മൈൻഡിലുണ്ട്. ബാക്കില് മെഡുലോ ഓംബ്ലിഗേറ്റ് ആണെന്ന് ബാക്കിൽ നമ്മളൊക്കെ പഠിച്ചു കാണും. അതിന്റെ സൈഡിൽ ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്. ഈ ഹിപ്പോ ക്യാമ്പസ് ഇസ് എ ലൈബ്രറി. ആ ലൈബ്രറിക്കകത്ത് നമ്മൾ പല കാര്യങ്ങൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ലോഡ് ചെയ്തിട്ടുണ്ട്? രാത്രിയാകുമ്പോൾ ഇരുട്ടാകുമ്പോൾ നമ്മൾ ടോർച്ച് കൊണ്ട് ചെല്ലണം. ടോർച്ച് കൊണ്ടു ചെന്നാൽ മാത്രമേ നമ്മൾ ഇരുട്ടിലിരുന്ന് രക്ഷപ്പെട്ടു റോട്ടിൽ കൂടെ നടക്കാൻ പറ്റുമെന്ന്. ബട്ട് ഇപ്പോൾ എല്ലാ റോഡും LED ലൈറ്റും ഫ്ലഷ് ലൈറ്റ്സും ഇട്ടപ്പോൾ എന്തിനാ ടോർച്ച്? നമ്മുടെ മൈൻഡിനകത്ത് അങ്ങനെ പല പേപ്പറുകളിൽ ഞാൻ തന്നെ ഈ പേപ്പർ കാണിച്ചിട്ട് പിന്നെയും പിന്നെ പറഞ്ഞത്, ഈ പേപ്പറിലെ ഫസ്റ്റ് പേജ് നോക്കുവാണെങ്കിൽ 2 മരണം കിടക്കുന്നുണ്ട്. ഈ മരണത്തിൽ ഒരാൾ റോഡ് ആക്സിഡന്റ് കണ്ട്, അപ്പോൾ റോട്ടിൽ കൂടെ നടന്നാൽ റോഡ് ആക്സിഡന്റ് സംഭവിക്കും, ബസ്സിന് മുമ്പിൽ പോയാൽ ഞാൻ ചത്തുപോകും എന്നൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതെല്ലാം ഞാൻ എൻ്റെ മൈൻഡിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ബസ്സിന് മുമ്പിൽ പോകുമ്പോൾ ബസ്സുകാരൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എങ്ങനെ ചാവും? സോ നമ്മൾ ഒരു പ്രോബബിലിറ്റി വെച്ച് ഒരു ഡെഫിനിഷൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദിസ് വാട്ട് എന്ന്. ഇത് ഹിപ്പോ ക്യാമ്പസ് നമുക്ക് കൊടുക്കുന്ന ഇല്ലാത്ത പ്രോബ്ലമാണ്. അത് എപ്പോഴും നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അമിഗ്ഡല എന്നൊരു സാധനം ചില സമയങ്ങളിൽ ഹിപ്പോ ക്യാമ്പസിന്റെ ഡിസിഷൻ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, നമ്മുടെ നെറ്റിയുടെ ബാക്കിലുള്ള ഏരിയ ആണ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ്. അപ്പോൾ ഈ ഫ്രണ്ടൽ കോർട്ടക്സ് ഡിസിഷൻ റൈറ്റ്ലി ജെന്യൂൻലി എടുക്കാൻ വേണ്ടി ഒരു 10 മില്ലി സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 20 മില്ലി സെക്കൻഡ്സോ എടുക്കും. സമയങ്ങളിൽ ഈ 20 മില്ലി സെക്കൻഡ്സ് പോറായിട്ട് വരുമ്പോൾ, 20 എന്ന് പറഞ്ഞാൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എക്സാക്ട്ലി 20, ജസ്റ്റ് പറഞ്ഞാൽ ന്യൂമെറിക്കൽ വാല്യൂ പറഞ്ഞതേ ഉള്ളൂ. സംടൈംസ് ഇറ്റ് ടേക്സ് കുറച്ച് സമയം പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ബാക്കിലുള്ള ഹിപ്പോ ക്യാമ്പസിലുള്ള ഡാറ്റയിനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം പോരാന്ന് ഈ അമിഗ്ഡല നമ്മുടെ അടുത്ത് വിളിച്ചു പറയുമ്പോൾ അമിഗ്ഡല എന്താന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ഡിസിഷൻ ഇറസ്പെക്റ്റ് ഓഫ് എന്തോ ഒന്നിന് എടുത്ത് നമ്മുടെ മുമ്പിൽ തരും. ആ ഡിസിഷനെയാണ് നമ്മൾ പല സമയങ്ങളിൽ ഇംപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. സോ വെൻ യു ഡു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, യുവർ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ ഗ്രേ മാറ്റേഴ്സ് തിക്നെസ് കൂടും. ഗ്രേ മാറ്റേഴ്സ് തിക്നെസ് കൂടുവാണെങ്കിൽ യുവർ ഡിസിഷൻ വിൽ ബി ഫാസ്റ്റർ. വെൻ യുവർ ഡിസിഷൻ ഈസ് ഫാസ്റ്റർ, you get to a right decision always, if not always, at maximum times. ഈ ഒരു പോയിന്റ് ഒരു നല്ലൊരു പോയിന്റ് ആണ് ഫോർ വൈ ഡു വി ഡു മൈൻഡ്ഫുൾനെസ് ആർ വൈ ഡു വി ഡു മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ ഡൂയിങ് മെഡിറ്റേഷൻ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഗ്രേ മാറ്റർ തിക്നെസ് ഇൻക്രീസസ്. By doing meditation, amygdala gray matters reduces. അപ്പം അമിഗ്ഡല ഗ്രേ മാറ്റർ തിക്നെസ് കുറയുവാണെങ്കിൽ അമിഗ്ഡല അനാവശ്യമായിട്ട് ചാടി അതിൻ്റെ ഡിസിഷൻ തരത്തില്ല. അതിൻ്റെ ഡിസിഷൻ തരാതെ വന്നാൽ
ഓട്ടോമാറ്റിക്കലി പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ ഡിസിഷൻ വിൽ ബി ആക്ടിവേറ്റഡ്. അപ്പം അത് ആൽമോസ്റ്റ് ഒരു ഫെയർ ആൻഡ് ജെന്യുവൻ ഡിസിഷൻ ആയിരിക്കും നോർമലി. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നാൽ ഇങ്ങനെയാണ് പോകേണ്ടത്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഓർ മൈൻഡ്ഫുൾനെസ് എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് ആക്ച്വലി ഞാൻ അതിൻ്റെ എക്സ്ട്രീം ഔട്ട്പുട്ടാണ് പറഞ്ഞത്. സ്ട്രെസ് റെഡ്യൂസ് ആകും, ആങ്സൈറ്റി റെഡ്യൂസ് ആകും, അല്ലെങ്കിൽ പെയിൻ കുറയും, ഡിപ്രഷൻ കുറയും, സ്ലീപ്നെസ് കൂടും എന്നൊക്കെ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ബേസിക്കലി ഈച്ച് ആക്ഷൻ്റെ ഈ ഓരോരോ ഇതിന് എങ്ങനെ പോയി നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ മീൻസ് ഏതർ വിഷ്വൽ, ഓഡിറ്ററി ആർ ഓൾഫാക്ടറി ആർ എന്ന് പറഞ്ഞാൽ 5 സെൻസസ് ഉണ്ടല്ലോ. ഈ 5 സെൻസസിൻ്റെ ഒരു ഇൻപുട്ടിനെ ബ്രെയിനിൽ വാങ്ങിച്ച് ബ്രെയിൻ എടുത്ത് നമ്മുടെ ഹിപ്പോ ക്യാമ്പസിലുള്ള ലൈബ്രറിയുമായിട്ട് ചെക്ക് ചെയ്ത് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് അനലൈസ് ചെയ്ത് റിസൾട്ട് തരുമ്പോഴാണ് ബ്രെയിൻ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നത്. ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വ അല്ലെങ്കിൽ ഫെയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആങ്സൈറ്റി ബട്ട് നാച്ചുറലി അവോയ്ഡ് ആവും, സ്ട്രെസ് അവോയ്ഡ് ആയും. സ്ട്രെസ് അവോയ്ഡ് ആയാൽ നമുക്ക് കാംനെസ് കൂടും. കാംനെസ് കൂടിയാൽ യു ആർ ഗോയിങ് ടു ബി എവർ വിത്ത് എ പീസ്ഫുൾ മൈൻഡ് ആൻഡ് പീസ്നെസ് വിൽ എവർ പ്രവെയിൽ. ഒരുത്തൻ നിങ്ങളെ ചീത്ത വിളിച്ചാലും അവൻ്റെ പ്രോബ്ലമാണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. ഇപ്പം ലാസ്റ്റ് 4 ക്ലാസ്സിൽ പറഞ്ഞില്ല. എന്നെ സൈക്കോളജി പഠിപ്പിക്കാൻ ഒരു സാറ് ആദ്യം ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യമാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നീ ബസ്സിൽ ആദ്യം രാവിലെ 6 o'clock കയറുക. നല്ല എക്സാമ്പിളാണ്. ദാറ്റ് എക്സാമ്പിൾ ഐ ക്യാൻ നെവർ ഫർഗെറ്റ് ഇൻ മൈ ലൈഫ്. 100 രൂപ പേപ്പറുമായിട്ട് ചെല്ലുകയാണ്. 12 രൂപയാണ് നിന്റെ ടിക്കറ്റ്. ബാലൻസ് തരാൻ കണ്ടക്ടറിൻ്റെ കയ്യിൽ പൈസ ഇല്ല. രാവിലെ 6 o'clock ആണ്. ഫുൾ പുലരി ഇതായിട്ടില്ല, ലൈറ്റൊക്കെ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് കയറി നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ 4 or 8 പാസഞ്ചറേ ഉള്ളൂ എന്ന് വെച്ചോളുക. അപ്പം ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. ഞാൻ പറഞ്ഞു അവിടെ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ 100 രൂപ തന്ന. ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് തരത്തില്ലായിരുന്നോ എന്ന്. അപ്പം അങ്ങേര് പറയാണ് രാവിലെ രാവിലെ കയറി വന്നോളും, മനുഷ്യനെ ശല്യപ്പെടുത്താനും എന്നൊക്കെ പറഞ്ഞ ഒരു 2 ഡാഷും കൂടെ പറഞ്ഞു. അങ്ങേര് സ്വന്തമായിട്ട് എന്നെ ഒന്നും ചീത്ത വിളിച്ചില്ല. പുള്ളി സ്വന്തമായിട്ട് അവിടെ നിന്ന് മുറുമുറുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ഏറ്റുപിടിക്കുവോ ഇല്ലയോ? 100% ഏറ്റുപിടിച്ചു. നീ എന്താടാ പറഞ്ഞു രാവിലെ? ഞാൻ ഉണ്ടെങ്കിൽ തരത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ച് നമ്മളും സംസാരിക്കാൻ പോകും. അടുത്ത ചോദ്യം ആ സാർ എന്നോടത്ത് ചോദിച്ചത്, നീ റോട്ടിൽ കൂടെ നടന്നു പോവുകയാണ്. ഒരുത്തൻ 1 മാസമായി കുളിക്കാത്ത ഒരുത്തനാണ്. തുണി ഉടുത്തിട്ടില്ല. അതിന് പകരം ന്യൂസ് പേപ്പറാണ് അവൻ്റെ അറയിൽ കവർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് പേപ്പർ കവർ ചെയ്തുകൊണ്ട് 1 മാസമായിട്ട് കുളിക്കാതെ അവൻ്റെ അടുത്ത് അത്രയും എങ്ങനെ 1 മാസമായിട്ട് കുളിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ആ സ്മെല്ല് കാണുന്നുണ്ട്. അപ്പം ആ ഒരു മനുഷ്യൻ ഒറ്റ സെക്കൻഡ് സാർ, അങ്ങനത്തെ ഒരു മനുഷ്യൻ നിന്നെ കല്ലെടുത്ത് എരിയാൻ വരികയാണ്. വാട്ട് വിൽ യു ഡു? നമ്മൾ എന്ത് ചെയ്യും? സാബു സാർ തന്നെ പറയാ. അങ്ങനത്തെ ഒരു ന്യൂസ് പേപ്പർ കവർ ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, കുളിക്കാത്ത ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരുത്തൻ കല്ലെടുത്ത് എരിയാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം അവോയ്ഡ് ചെയ്താൽ മാറും. മാക്സിമം അവോയ്ഡ് ചെയ്താൽ. അമർജ്യോതി മാം എന്താ പറഞ്ഞ? പറഞ്ഞില്ല അല്ലേ? ശരി സാറല്ല. അപ്പൊ മാക്സിമം അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യുന്ന മാത്രമല്ല, അവൻ നമ്മളെ പ്രൊവോക്കേറ്റ് ചെയ്താലും നമ്മൾ അങ്ങോട്ട് ഒന്നുമേ ചെയ്യത്തില്ല, നമ്മൾ സ്ഥലം വിടും. വൈ ഇറ്റ് ഈസ് സോ? ബസ് കണ്ടക്ടറുടെ അടുത്ത് മാത്രം നീ ഇങ്ങനെ ബിഹേവ് ചെയ്ത് ഇവനടുത്ത് ബിഹേവ് ചെയ്തില്ല. ഇതാണ് അടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചത്. അതെന്തുകൊണ്ട്? അയാൾക്ക് തിരിച്ചറിവില്ലല്ലോ. എന്താ മാം നസീമ? അയാൾക്ക് തിരിച്ചറിവോ അയാൾക്ക് തിരിച്ചറിവ് ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ഹി ഈസ് എ ഡീവിയേറ്റഡ് മൈൻഡഡ് ഫെല്ലോ അല്ലേ? അതെ. അപ്പോൾ ഈ കണ്ടക്ടർ അങ്ങനെ ആയിക്കൂടെ? എന്നെ സൈക്കോളജി പഠിപ്പിച്ച സാർ ആർ യു ഫിറ്റ് ഫോർ സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കയറ്റിയ സാർ ഇങ്ങനെയാണ് ചോദിച്ചത്, വൈ ഡു യു തിങ്ക് സോ?
ആ പകുതി കണ്ടക്ടറും ആ പ്രശ്നത്തിലുള്ളവനാണ്. ഇഫ് യു അതെ. ഡിക്ലെയർ that conductor is also not a simple person, he is also with little bit deviation, then what will you do? You will accept everything what he says. അവന്റെ ഭ്രാന്താണ്, അവന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥ തീർന്നു. We will be quite calm irrespective of he calls anything. അല്ലേ സാബ് സാർ? ഇത് എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ if you start to practice mindfulness, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നമല്ല, അത് അവന്റെ പ്രശ്നമായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. എൻവയോൺമെന്റില് വേറൊരുത്തൻ ട്രിഗർ ചെയ്യുന്നത് what all I should get in my body, his triggering should disturb only himself, not me. ഇന്ന് എപ്പോൾ നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞാൽ when we actually practice mindfulness or when we start to do meditation. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം കണ്ടാൽ അവരെപ്പോഴും ശാന്ത സ്വരൂപതും മുഖമെല്ലാം ഒരു എനർജി ഫുള്ളുമായിട്ട് കാണുമെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ they don't get attacked, they don't get pressurized by the external unwanted stimulations. എക്സ്റ്റേണൽ അൺവാണ്ടഡ് സ്റ്റിമുലേഷൻ നമ്മൾ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യണം? ഈ അൺവാണ്ടഡ് എന്ന് പറയുന്നതിൽ ഒരാൾ എന്നെ എക്സ്ട്രാordinary പുകഴ്ത്തുകയാണ്. ഇളങ്കോ, നീയാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ. നീ പറഞ്ഞ പോലെ ഈ കേരളത്തിനകത്തുള്ള 9 മൈൻഡ്ഫുൾനെസ് പ്രാക്ടീഷണേഴ്സിലെ നീ ഒരുത്തനാണ്. അപ്പം നീ എത്ര ഉന്നതനാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ഐ ഷുഡ് ഗെറ്റ് ക്യാരിഡ് അവേ. ഓക്കെ, ഫൈൻ, റൈറ്റ്. ഈ കാലമും കടന്നു പോകും. വളരെ സിമ്പിളറാണ്. എന്നെ ഒരാൾ പുകഴ്ത്തുവാണെങ്കിൽ ഇനി ഒരാൾ താഴ്ത്തുമായിരിക്കും. അല്ലെങ്കിൽ ഈ പുകഴ്ത്തിൽ നിന്ന് ഐ ഷുഡ് ഗെറ്റ് ക്യാരിഡ് അവേ. ഓക്കെ, ഒരു 5% ഇഫ് ഐ ഗെറ്റ് ഹാപ്പിനെസ്, ഫൈൻ. അതിന് ചെറിയ ഹാപ്പിനെസ് അക്സെപ്റ്റ് ചെയ്തോളൂ. അതേപോലെ വിഷമം, ഒരു ചെറിയ വിഷമം അക്സെപ്റ്റ് ചെയ്തോളൂ, വിച്ച് ഇസ് ഇൻ എ ടോളറബിൾ ലെവൽ. നമ്മൾ റബ്ബർ ബാൻഡ് വലിക്കുമ്പോൾ റബ്ബർ ബാൻഡ് ഒരു പരിധി വരെ വലിച്ചാൽ തിരിച്ചു വരും, റെസിലിയൻസ്. ഒരു പരിധി കൂടുതൽ വലിച്ചാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് ആ ലെവലിൽ ചെറിയ ഒരു മോഡിഫിക്കേഷൻസ് അല്ല ഡീവിയേഷൻസ് യു ക്യാൻ അക്സെപ്റ്റ് എനി ടൈം, എയ്തർ ഓൺ ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്, ആർ പോസിറ്റീവ് സൈഡ് ആർ നെഗറ്റീവ് സൈഡ്, വാട്ട് എവർ യു കോൾ ഇറ്റ്, ബട്ട് നോട്ട് ബിയോണ്ട്. അങ്ങനെ ഒരു പ്രാക്ടീസ് തുടങ്ങുവാണെങ്കിൽ യു ആർ പ്രാക്ടീസിങ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്, റൈറ്റ് മെഡിറ്റേറ്റീവ് മോഡ്. മെഡിറ്റേഷൻ എന്ന് ഞാൻ കൂടുതലും വാക്കുകൾ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വേറൊരു ധാരണയിലാണ് ഇരിക്കുന്നത്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് വേറെ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാം, നിങ്ങൾ എക്സ്റ്റേണൽ വേൾഡിന് ഡിസ്റ്റർബൻസ് വേറെ എത്ര ഡിസ്റ്റർബൻസ് ഉണ്ട്, എത്ര എക്സ്ട്രാ ശബ്ദങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് പറഞ്ഞു തന്നിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങളുടെ ബോഡി സ്കാൻ മെഡിറ്റേഷനിൽ ആദ്യം നിങ്ങളുടെ ബ്രത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യുക, നോക്കുക, അറ്റൻഡ് ചെയ്യുക ടു ഓൺ യുവർ ബ്രത്ത് അലോൺ. ദെൻ യുവർ ബോഡി ഈച്ച് ലിംസ്, ഓരോരോ ബോഡി പോർഷനുമായിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, എത്ര തോട്ട് പ്രോസസ്സ് എങ്ങനെയൊക്കെ വന്നെന്ന് കൗണ്ട് ചെയ്യുക. ബട്ട് നോട്ട് ടു ഗെറ്റ് ക്യാരിഡ് അവേ ബൈ യുവർ തോട്ട്സ്. തോട്ടുകൾ എത്ര വന്നെന്ന് നിങ്ങളുടെ ഡ്രോൺ വ്യൂ പോലെ മുകളിൽ നിന്നുകൊണ്ട് എത്ര തോട്ട് താഴെ വരുന്നു, എത്ര തോട്ട് പോകുന്നു, എത്ര തോട്ട് വരുന്നു, എത്ര തോട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പം ഒരു 60 തോട്ട് വന്നു, 55 തോട്ട് വന്നു, 120 തോട്ട് വന്നു, എത്ര തോട്ടാ, അല്ലെങ്കിൽ 12 തോട്ട് വന്നു, എത്ര വേണമെങ്കിലും ആകട്ടെ, അത്ര എന്നാ വന്നെന്ന് യു റെക്കഗ്നൈസ് ഇറ്റ്. ദെൻ റെക്കഗ്നൈസ് how many emotional disturbances, emotional deviation or emotional attack has come. അത് ഒന്ന് നോക്കുക. Then the next one is environment. പുറലോകത്തിൽ നിങ്ങളുടെ എൻവയോൺമെന്റിൽ എത്ര ശബ്ദം വരുന്നുണ്ട്, വെദർ ടി വി ഈസ് ഓൺ, വെദർ കിച്ചണിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നോ, അടുത്ത വീട്ടിൽ എന്തെങ്കിലും ശബ്ദം വരുന്നോ, നിങ്ങളുടെ AC-യുടെ ശബ്ദം വരുന്നോ, നിന്റെ ഫാനിന്റെ ശബ്ദം വരുന്നോ, അല്ല ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ വേറൊരാൾ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടോ, ഇങ്ങനൊക്കെ ഒരു ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഈ ഒബ്സർവേഷൻസ് വരുന്നെന്ന് പറഞ്ഞാൽ, വെൻ യു ട്രാവൽ ഇൻ ബസ് യു ക്യാൻ ഡു മെഡിറ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ബസ് പല സ്ഥലങ്ങളിലെ ഹോൺ ഹോങ്ക് ചെയ്യും,
കണ്ടക്ടർ ഇടയ്ക്കിടയ്ക്ക് ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് എന്ന് പറയും. ചേഞ്ചിന്റെ ശബ്ദങ്ങൾ കേൾക്കും, ചേഞ്ചിന്റെ കോയിൻസിന്റെ സൗണ്ട് കേൾക്കും. ഇതെല്ലാം ഉണ്ടെങ്കിലും you can do your meditation if you start practice in the environment. അപ്പോൾ ആ എൻവയോൺമെന്റിൽ ചെയ്ത് ശീലിക്കുക. ഈ എൻവയോൺമെന്റിൽ തന്നെ നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യാൻ ശീലിക്കുക, നിങ്ങൾ അഗൈൻ അറ്റാച്ച് ചെയ്യാൻ ശീലിക്കുക. ഡിറ്റാച്ച് ചെയ്ത് ബസ്സിൽ 48 50 പാസഞ്ചറിനെ നടുക്കിരുന്ന് പോലും എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയും. ആ സമയത്ത് എക്സ്ട്രോർഡിനറി ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ഓവർ ടു എൻവയോൺമെന്റ്. അപ്പോൾ എൻവയോൺമെന്റിൽ എന്തൊക്കെ ശബ്ദങ്ങൾ വരുന്നു, 1 2 3 4 5 6 എന്ന് കൗണ്ട് ചെയ്തോളൂ. ഒരു മിനിറ്റോ 2 മിനിറ്റോ. ദെൻ സ്വിച്ച് ഓഫ് ദാറ്റ് എൻവയോൺമെന്റൽ മോഡ്, സ്വിച്ച് ഓവർ ടു യുവർ ബ്രത്ത് മോഡ്. അപ്പോൾ ബ്രീത്തിങ്ങിലോട്ട് തിരിച്ചു ചെല്ലുക. അല്ലെങ്കിൽ നിങ്ങളുടെ എമോഷൻ കൗണ്ടിങ്ങോ, അതല്ലെങ്കിൽ തോട്ടിൻ്റെ കൗണ്ടിങ്ങോ, അതല്ല ബോഡിയുടെ സ്കാനിങ്ങോ തിരിച്ചു ചെല്ലുക. ഇത് ഒന്നുമേ അല്ല, ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ചെയ്താലും മതിയാവും. ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ഈസ് നത്തിങ് ബട്ട് സിമ്പിൾ അനലൈസിങ്, ഗെറ്റിംഗ് അറ്റൻഡിങ് ടു യുവർ ബ്രത്ത് അലോൺ. നമ്മൾ ശ്വാസം എങ്ങനെ ശ്വസിക്കുന്നു, എങ്ങനെ അകത്തോട്ട് കയറുന്നു, എങ്ങനെ അബ്ഡോമൻ വരെ പോകുന്നു, എങ്ങനെ അബ്ഡോമൻ ഇൻഫ്ലേറ്റ് ആകുന്നു, എങ്ങനെ അബ്ഡോമൻ ഡിഫ്ലേറ്റ് ആകുന്നു, എങ്ങനെ എയർ പുറത്തോട്ട് വരുന്നു, നോസ്ട്രലിൽ കൂടെ പുറത്ത് എങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വാംനെസ് എത്ര കൂടുതലുണ്ട്, കുറവുണ്ട്, അകത്ത് കയറുമ്പോൾ എത്ര ഫ്രഷ് ഉണ്ട്, എത്ര വാമായിരിക്കുന്നു. ഇതിൻ്റെ കമ്പാരിസൺ ഇടയ്ക്ക് നോക്കിക്കൊള്ളുക. നോക്കി ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നത്തിങ്, സിമ്പിൾ ടു കീപ് യുവർ മൈൻഡ് ആൻഡ് ബ്രെയിൻ ഇൻ സിമ്പിൾ അറ്റൻറ്റീവ് ലെവൽ, അല്ലെ ഏകാഗ്രത ലെവലിൽ കൊണ്ട് നിർത്താനാണ്. ഏകാഗ്രത ലെവലിൽ നിർത്തണമെങ്കിൽ നിങ്ങളുടെ തോട്ടും നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ പല സ്ഥലത്ത് കൊണ്ട് ചെലുത്തി വേറെ എവിടേക്കോ പോയി അവിടെ നിന്ന് ഞാൻ മിനിഞ്ഞാന്നും പോലീസ് സ്റ്റേഷനിൽ പോയ അതിന് വേറൊരുത്തൻ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ കഥ കണ്ട്, അല്ലെങ്കിൽ അവിടെ അടിപിടി കണ്ട്, അവിടെ ഇതായി, റോഡിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 ബസ് തമ്മിൽ ഇടിച്ചു, 2 പ്ലെയിൻ തമ്മിൽ ഇടിച്ചു ഫ്രാൻസിലെ എവിടെയോ അല്ലേ, അതിൻ്റെ തീ കത്തി 7 പേര് പോയി, ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പം അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഫയർ ഫൈറ്റിംഗ് സംഭവിച്ചതെന്ന് കുറേയൊക്കെ തോട്ട് പ്രോസസ്സ് ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. അവിടെയൊക്കെ എങ്ങനെ ഫോം ബെഡ് ഉണ്ടാക്കി ആ പ്ലെയിനിന് പ്രശ്നമില്ലാതെ അവിടെ ഫോം വെച്ച് എങ്ങനെ കവർ ചെയ്തപ്പോൾ എങ്ങനെ തീ പടരാതെ, എന്താണ് ATF എന്ന് പറയുന്നത്, പെട്രോളിനെക്കാട്ടിലും ഭയങ്കര ഫാസ്റ്റായിട്ട് ഇൻഫ്ലേമബിൾ ആണ്. അപ്പം എന്താണ് ഏവിയാണിക് ടർബോ ഫ്യൂൽ, അതാണ് ATF എക്സ്ട്രീംലി ഇൻഫ്ലേമബിൾ ആണ്. അങ്ങനെ ഇരുന്നിട്ടും ഇത്ര കൂടുതൽ കത്താതെ എങ്ങനെ ഇരുന്നതൊക്കെ കുറേ എക്സ്ട്രാ തോട്ട് പ്രോസസ്സ് വരാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും ഒരു പർട്ടിക്കുലർ വർക്കിൽ നമ്മുടെ ബ്രത്തിലോ അല്ല നമ്മുടെ ബോഡിയിൽ സ്കാനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലോ എന്തോ ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. ഇത്രയാണ് ഞാൻ സിമ്പിളായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ഞാൻ ഇത്രയും സമയം സംസാരിച്ചതിൽ ഒരു 5 6 ചോദ്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ബിക്കോസ് ഞാൻ പറഞ്ഞതിൽ പലർക്കും കോൺട്രവേഴ്സി തോന്നിക്കാണും, അതുകൊണ്ടാണ്. യെസ് സർ, എനി ക്വസ്റ്റ്യൻസ് ഓൺ മൈ ലെക്ചർ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? യെസ് സർ. നമുക്ക് പുറത്തു നിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ അതിനെ നമ്മൾ ഒഴിഞ്ഞു പോവുകയോ അവഗണിക്കുകയോ ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടും എന്നാണ് എനിക്ക് ഒരു ആത്യന്തികമായിട്ട് സാറ് പറഞ്ഞതിൽ നിന്നും തിരിഞ്ഞ ഒരു പോയിന്റ്. ഓക്കേ, ഗുഡ് സർ. എന്നാൽ 2 ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ എന്നിൽ വേറെ ചില ചിന്തകളുണ്ടായി. ഒന്ന് ഫ്ലവേഴ്സിന്റെ അതിൽ വന്ന കാര്യം പറഞ്ഞു. പിന്നൊന്ന് കണ്ടക്ടറും അബ്നോർമൽ ആയിട്ടുള്ള മനുഷ്യനെ കുറിച്ചും പറഞ്ഞ കഥയും. അബ്നോർമൽ ആയിട്ടുള്ള മനുഷ്യന്റെ കഥയിൽ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാവരും ഒരു പക്ഷേ ഒഴിഞ്ഞു പോകാനേ ശ്രദ്ധിക്കത്തുള്ളൂ. എന്നാൽ
ആ. മറ്റേ സംഭവത്തിൽ ഒരുപക്ഷെ പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവും. എന്റെ ചോദ്യം ഇങ്ങനെയാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കോമൺ ആയിട്ട് ഒരു വാല്യൂ സ്കെയില് വേണ്ടേ? എല്ലാം പോന്നോട്ടെ, എല്ലാം നല്ലതായിരിക്കും, നമ്മളെന്തിനാ അതിൻ്റെ അകത്ത് ഇടപെടുന്നത് എന്ന് ചിന്തിച്ചാൽ ഇവിടെ അഴിമതിയും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സംഗതികളും വർദ്ധിക്കുകയല്ലേ ഉള്ളൂ. പ്രതികരണവും തെറ്റാണെന്ന് പറയേണ്ടതും ഇല്ലേ എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ ഉണ്ട്. ഓക്കെ, റൈറ്റ് സർ, യു ആർ ഫുള്ളി റൈറ്റ്. ഞാൻ സാറിന്റെ പോയിന്റിന് 100% ഒരു സോഷ്യലി ഒരു തോട്ട് പ്രോസസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് അഗ്രി ചെയ്യുന്നു. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്യാം. തെറ്റും റൈറ്റും ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? വിച്ച് ഇസ് റൈറ്റ്, വിച്ച് ഇസ് റോങ്? ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതി. ആ പരമ്പരാഗതത്തിന് പകരം നമ്മൾ അയാളുടെ സൈഡിലിരുന്ന് അയാൾ ചീത്ത വിളിച്ചത് അങ്ങേരുടെ പേഴ്സണാലിറ്റിയും അങ്ങേരുടെ എൻവയോൺമെന്റും. ഇപ്പം സാറ് തന്നെ നോക്കിക്കൊള്ളാം, സിറ്റിയിലിരുന്ന് വന്ന ആൾക്കാർക്കും ഗ്രാമത്തിലിരുന്ന് വരുന്ന ആൾക്കാർക്കും ഉള്ള എമോഷണൽ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആണ്. നമ്പർ 2, ഐ ആം ബീൻ ടോട്ട് സിംഗിൾ പാരന്റഡ് കിഡിൻ്റെ ഒരു എമോഷണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ബിഹേവിയറും ബൈ പാരൻസ് ഡെവലപ്ഡ് കിഡ്സിൻ്റെയും ഒരു പേഴ്സണാലിറ്റിയും ഡിഫറെൻ്റ് ആണെന്ന് സാബു സാർ അഗ്രി ചെയ്യുവോ? സൈക്കോളജിയിൽ പഠിച്ചിട്ടില്ലേ? അതെ, ഡിഫറൻസും ഉണ്ട്. അപ്പം ഇങ്ങനൊക്കെ ചില ഏരിയകളിൽ നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുത്താലും ആ ഡെഫിനിഷനെ ചില മാറ്റങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നില്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ആരുടെയോ ഒരു സ്പീച്ച് കേട്ടു. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മീൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല സമയങ്ങളിലും സൊസൈറ്റിക്ക് അനുബന്ധമായി ചില ചേഞ്ചസ് വരുത്താൻ വേണ്ടിയല്ലേ അമെൻമെന്റ്സ് കൊണ്ടുവന്നിരുന്നത്. ഈ 62 or 70 അമെൻമെന്റുകൾ വന്നെന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ അപ്പോഴപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പോരാന്ന് തോന്നിയതോ ഇതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്ന് തോന്നിയപ്പോഴല്ലേ അമെൻഡ് ഇത് നമ്മൾ മാറ്റിയത്. അപ്പം അതേപോലെ നമ്മുടെ തെറ്റും ശരിയും ചില സമയങ്ങളിൽ അമെൻഡബിൾ അല്ലേ എന്ന് മാത്രം വിചാരിച്ചാൽ സാർ അതിനകത്ത് കൂടുതൽ ബട്ട് സോഷ്യലി സാർ കോൺഷ്യസ് ആയത് ഐ റിയലി അപ്രീഷിയേറ്റ്. പക്ഷെ ആ സോഷ്യൽ കോൺഷ്യസിന് കൂടെ ഇതിന് പകരം ആ മനുഷ്യന്റെ വേറെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. അവൻ 2 ദിവസമായിട്ട് വീട്ടിൽ പോയിട്ടില്ല, അവൻ ഓവർ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവന്റെ മിസ്സസ് ആശുപത്രി കിടക്കുകയാണ്, പക്ഷെ ഇവന് പൈസയുടെ ആവശ്യം കൊണ്ടാണ് ഇവൻ ഡ്യൂട്ടിക്ക് വന്നതെന്ന് സാർ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുമ്പോൾ, ഞാൻ അതിന്റെ ഒരു കഥ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ വായിച്ച കഥ പറഞ്ഞു തരാം. 2 കൊച്ചുകൾ ദ ഏജ് ഓഫ് 8 and ഏജ് ഓഫ് 6 വെച്ചോളുക. ഒരു അച്ഛൻ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചുകൾ ബാക്കി ട്രെയിനിലാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് കോ പാസഞ്ചറുടെ കയ്യിലിരുന്ന് ബുക്ക് പഠിക്കുന്നു, ഇത് ചെയ്യുന്നു, ഒരു ബോൾ എടുത്ത് അങ്ങോട്ട് എറിയുന്നു, അടുത്തവനടുത്ത് 2 പേരും ബോൾ വെച്ച് കളിക്കാൻ വേണ്ടി എറിയുമ്പോൾ വേറെ ആളുടെ മുകളിൽ വീഴുന്നു. ഇവരെല്ലാം ഈ കൊച്ചിനെ കുറച്ചൊക്കെ തുറിച്ചു നോക്കുന്നു. അച്ഛൻ്റെ അടുത്ത് ഇൻഡയറക്ട്ലി പറയുന്നു, ഈ മനുഷ്യൻ ഈ കൊച്ചുകളെ ഒന്ന് കൺട്രോൾ ചെയ്തുകൂടെയെന്ന്. ലാസ്റ്റിൽ ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ ഈ അച്ഛൻ്റെ മുകളിൽ എല്ലാവരും ചീത്ത വിളിച്ചു. 3 പേരും ചീത്ത വിളിച്ചു, 4 പേരും ചീത്ത വിളിച്ചെന്ന് നോക്കുക. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഐ ലോസ്റ്റ് മൈ മിസ്സസ് അറൗണ്ട് എ വീക്ക് ബാക്ക് ആൻഡ് ദീസ് both the kids has become almost orphan except me. I cannot control them. അവർ അറ്റ്ലീസ്റ്റ് ഈ പോയിന്റിലെങ്കിലും കുറച്ച് ഹാപ്പിയർ ആയിരിക്കട്ടെ, 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചീത്ത വിളിച്ച ഞാൻ ഇളങ്കോ അതിനകത്ത് ഇരിക്കുവാണെങ്കിൽ ഇളങ്കോയുടെ ബിഹേവിയർ എന്തായിട്ട് മാറും സാർ? ജോയ്സ് സാർ പറയൂ. അതിലൊക്കെ ഞാൻ അഗ്രി ചെയ്യുന്നു. അല്ല, അതാണ് സാർ, ഇത് എന്താന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ ഫുള്ളി അനലൈസ് ചെയ്തിട്ടില്ല. ഐ എം ജസ്റ്റ് ഫേസിങ് ഹിം. അപ്പം ഐ ഡിക്ലെയർ ദാറ്റ് ഹി ഷുഡ് ബി ലൈക്ക് ദിസ്. അവിടെ അതിന് പകരം ഐ കനോട്ട് മേക്ക് ഹിം ഡിക്റ്റേറ്റഡ് ഓൺ മെനി മാനർ. ശരി, ഒരു 10% അവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ചീത്ത വിളിച്ചിട്ട് പോട്ട് അവൻ ആ ഒരു ലെവൽ വിട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ my mind is going to be calm, I am going to be cheerful
ആൻഡ് ഞാൻ ആ ബസ്സിലിരുന്ന് ഇറങ്ങി അടുത്ത ഡ്യൂട്ടിക്ക് വേറെ എന്തോ ചെയ്യാൻ പോകുന്നത് ഐ വിൽ നോർമൽ. അല്ലെങ്കിൽ അവൻ എൻ്റെ എമോഷണൽ സ്റ്റേറ്റിനെ ഡിസ്റ്റർബ് ചെയ്ത് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റസിനെ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ ഒരു അരമണിക്കൂറോളം ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകുമ്പോൾ ചിലപ്പം ഞാൻ 2 ബാഗിന് വേറെ ഒരു ബാഗ് എവിടെ വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കും. അങ്ങനൊക്കെ ആയിക്കോളെ സാർ. ജോഷി സാർ. തീർച്ചയായിട്ടും ആകാം. അപ്പൊ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇങ്ങനെ കണ്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പോ ഗവൺമെന്റ് സെക്ടറിൽ നിന്ന്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ചില സർവീസുകളുണ്ട്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ അവര് മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് തരുന്നില്ല, നൽകുന്നില്ല. അപ്പോൾ നമ്മളെ പോലെയുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും അവർക്ക് അത് ആ ഒരു രീതിയിലേക്ക് പോകാൻ വളമാവുകയല്ലേ ചെയ്യുകയുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ്. സാർ ഈ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അതിനകത്ത് ഞാൻ അതിനെ സാറ് പറഞ്ഞതും ആകാം. പക്ഷെ ഒരു ഗാന്ധിയൻ തിയറിയിൽ വേറൊരു ഇതുമുണ്ട്. ഒരുത്തനെ ഞാൻ അൺവാണ്ടഡ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഹി ഗെറ്റ് സം സ്റ്റിമുലേഷൻ ഫ്രം മീ എക്സ്ട്രാ. അപ്പോൾ ഇവൻ ഇത്രയാണ് ആയി, ഞാൻ ഇന്നൊന്ന് കാണിച്ചു കൊടുക്കാം എന്നാണ്. ഇത് കാട്ടാക്കടയിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചത്തേക്ക് മുമ്പ് ഒരു കൊച്ച് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയി എന്നാണ് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നത്. അവർ യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പോലീസ് കോൺസ്റ്റബിൾ സെലക്ഷനായി, ലേഡിയാണ്, വിമൺ പോലീസ് കോൺസ്റ്റബിളുടെ സെലക്ഷനായി. അവൾ സർട്ടിഫിക്കറ്റ് അവർക്ക് PSCയിൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് 28-ാം തീയതിയോ എന്താണ് മുമ്പ് ഡിസംബറിൽ, ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ചാണ്. അവർക്ക് കൊടുത്തിട്ടില്ല. ആ വില്ലേജ് ഓഫീസർ ഒരു ലേഡിയാണ്. പിന്നെയും ഇവരെ നീ എന്തിനാ പോലീസാകുന്നത്, നീ നിനക്ക് ഒരുപാട് കഴിവുണ്ട്, നീ PSCയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് വേറെ സെക്രട്ടേറിയറ്റിൽ കയറാൻ പറ്റും, അത് ഇതെന്ന് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഒരു ആണിൻ്റെ ഒരു പേര് പറഞ്ഞു, ഞാൻ ആ പേര് വിട്ടുപോയി, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അത് വിട്ടുപോയി. ആ പർട്ടിക്കുലർ ആൾ തരത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് സർട്ടിഫിക്കറ്റ് പിറ്റേ ദിവസം കിട്ടും, അത് സംതിങ് യു ഹാവ് ടു ഡു ഇറ്റ് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞിരുന്നതെന്ന്. അപ്പം അവർ ഓപ്പണായിട്ട് വന്നിരുന്നു. ഇതിനകത്ത് സാർ നോക്കുക, ഈ ലേഡി എന്തൊക്കെയോ 2 പേരുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാണ് ഈ വില്ലേജ് ഓഫീസർ വുഡ് ഹാവ് കം ബാക്ക്. പക്ഷെ അവർ പിന്നെയും എനിമിറ്റി കൂട്ടിക്കൊണ്ടു പോയിരുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെ ആകാം. ബട്ട് ഒരു കവിളിൽ അടി കൊടുക്കുമ്പോൾ 2ാമത്തെ കവിള് കാണിക്കുന്ന പോലെ നിന്നുവാണെങ്കിൽ ചിലപ്പം ഇവനെ കൊണ്ട് വേറെ ജോലി വന്നില്ല, ഇവനെ കൊടുത്തുവിടും എന്ന് പറഞ്ഞു ആകാം. സാറ് പറഞ്ഞതാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയെന്നല്ല, ഇങ്ങനെയും ആകാം അങ്ങനെയാകാം എന്നാണ് പറഞ്ഞത്. ദർ ഈസ് എ പ്രോബബിലിറ്റി ഓഫ് 50-50. അപ്പം അങ്ങനത്തെ വ്യക്തിയാണെങ്കിൽ ആ രീതിക്ക് പോവും. ചില സമയങ്ങളിൽ നമ്മൾ ഈവൻ സൈക്കോളജിയിൽ പോലും ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ് സാർ, ചില സമയങ്ങളിൽ ചലഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഈസ് നോട്ട് അക്സെപ്റ്റിംഗ് ആർ അഡ്വൈസസ് ആർ വേർഡ്സ് ഈസിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then you start challenge. They can be made to understand that what are we talking എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അങ്ങോട്ടും പോകാം. അത് ഒരു സിറ്റുവേഷനലാണ്. സാറ് പറഞ്ഞ തിയറി അതുകൊണ്ട് ഞാൻ ടോട്ടലി റോങ് എന്ന് പറഞ്ഞില്ല. മൈൻഡ്ഫുൾനെസ് എങ്ങനെ നിന്നെന്ന് പറഞ്ഞാൽ ഇളങ്കോയിനെ എങ്ങനെ നന്നാക്കും എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. സൊസൈറ്റിനെ എങ്ങനെ നന്നാക്കുമെന്ന്, നീ മറ്റവനെല്ലാം നന്നാക്കാൻ നടക്കുമോ എന്ന് ചോദിച്ചതിന് ആൻസർ തന്നിട്ടില്ല. ഇളങ്കോ ഹൗ ക്യാൻ ബി കാംഫുൾ, ഹൗ ക്യാൻ ബി ഫ്രീ ഫ്രം സ്ട്രെസ്, ഹൗ ക്യാൻ യു ഫ്രീ ഫ്രം യുവർ ഹൈപ്പർ ടെൻഷൻ. ആ ഒരു അതിനെ യു എന്ന് പറയുന്ന ഇളങ്കോയ്ക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഫാദർ, ഞാൻ റൈറ്റ് എന്ന് കൺസിഡർ ചെയ്യാവോ ഈ പോയിന്റിൽ? താങ്ക് യു. എന്നെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾനെസ് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് സാർ. താങ്ക് യു സാർ. വേറെ ഏതെങ്കിലും പോയിന്റുകൾ? ഐ ഹോപ്പ് ദാറ്റ് എല്ലാവർക്കും ഈ എക്സ്പ്ലനേഷൻ മതിയെന്ന് തോന്നി. അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വേറെയും പിന്നെയും പറയാം. റോയ് സാർ ലാസ്റ്റിൽ വരും വിത്ത് നല്ല പോയിന്റ്സ് പറഞ്ഞിട്ട്. വേറെ എന്തെങ്കിലും? എന്തെങ്കിലും കമന്റ്സ് പറയുകയാണെങ്കിൽ നമുക്കൊരു മെഡിറ്റേഷനിലേക്ക് പോകാം അല്ലേ സാർ? അതെ, അല്ലെങ്കിൽ നമ്മൾ ഒരു മെഡിറ്റേഷനിലോട്ട് പോകാം. മെഡിറ്റേഷനിലേക്ക് പോകാം. മെഡിറ്റേഷൻ ബോഡി സ്കാൻ വേണോ അല്ല ഗ്രൗണ്ടിങ് എക്സസൈസിലോട്ട് പോകണോ സാർ? ബോഡി സ്കാൻ ആയിക്കോട്ടെ സാർ.
ശരി, നമുക്ക് ഒരു ബോഡി സ്കാൻ മെഡിറ്റേഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബോഡി സ്കാൻ മെഡിറ്റേഷനിൽ ഫസ്റ്റ് ഏത് എക്സസൈസ് ചെയ്താലും എല്ലാ എക്സസൈസിനും ബേസിക് പോയിന്റ്സ് സെയിം ആണ്. സിറ്റ് എറക്റ്റ്, കീപ് ബോത്ത് ദ ലെഗ്സ് ഫേംലി ഓൺ ദ ഗ്രൗണ്ട്, കീപ് യുവർ നെക്ക് പോർഷൻ സ്ട്രൈറ്റ് ആർ ക്ലിയർ. എത്ര ഹൈറ്റ് ഉണ്ടോ ആ നെക്കിന്റെ അത്രയും പോർഷൻ, മീൻസ് കുനിഞ്ഞിങ്ങോട്ടും മുകളിലോട്ടും ആ രീതി അല്ലാതെ ഓൺ യുവർ ഓൺ വിഷനറി ഏരിയയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. കൈ രണ്ടും ഓപ്പൺ ചെയ്ത് എയ്തർ ഓൺ യുവർ ലാപ്പ്, തുടയിന് മുകളിലോ അല്ലെങ്കിൽ കസേരയുടെ ആം റെസ്റ്റിന് മുകളിലോ ഓപ്പൺ പാമായിട്ട് വെക്കുക. ദെൻ ട്രൈ ടു ഗോ or switch over to your meditative position and thoughtfully, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് എടുത്ത് പെർമിഷൻ ചോദിക്കുക. ഡിയർ മൈൻഡ്, ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഡു ബോഡി സ്കാൻ മെഡിറ്റേഷൻ. ബോഡി സ്കാൻ മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് അനുവാദം തരുമോ എന്ന് ചോദിക്കുക. അപ്പം മൈൻഡും ബ്രെയിനും യെസ് പറയുന്ന സമയത്ത് ക്ലോസ് യുവർ ഐസ്. അതുവരെ പെട്ടെന്ന് ക്ലോസ് ചെയ്യരുത്, വോളണ്ടറി ആയിട്ട് ചെയ്തു വരണം. ഒരു സ്മൂത്ത് ട്രാൻസിഷൻ ആയിരിക്കണം. ക്ലോസ് യുവർ ഐസ്, സ്റ്റാർട്ട് അറ്റൻഡ് ടു യുവർ ബ്രെത്ത്, ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, inhale, exhale, inhale, exhale, inhale, exhale. Now bring your attention to your normal and short breaths. Inhale, exhale. Continue to observe your breath. Now bring your attention to your body from head top to leg slowly along with me. Now attend to your head, forehead, eyes, nose, mouth, neck, total head portion, once again total head portion,
Bring your attention to your shoulders. Upper hands. Knee joints. Arms. Wrist. Palm. Fingers. Total hands. Again, attention to total hands. Bring your attention to chest. Stomach. Abdomen. Upper back. Lower back. Glute. Total body or torso. Again, bring back your attention to your torso. Now shift your attention to your thighs. Your attention to your knee joints. Legs. Ankles. Palm.
fingers, total leg portion, now bring attention to the total body structure. Now bring back your attention to your breath, inhaling and exhaling. Now shift your attention to your thought process. How many thoughts are coming? Let the thoughts come and go. Do not get carried away by the thoughts. Don't move along with the thoughts. Just thoughts are thoughts. Just count the thoughts. How many thoughts you are receiving and you are sending it out. Now shift your attention from the thoughts to again back to breath. Now shift your attention to emotional states. How much emotion disturbs you? And you may give on your own choice of color, own choice of volume, own choice of structure even. It might be round, square, amoeba style, or any shape, whatever you want to draw, you can do it with your own colors, with your own shapes and size. Now shift your attention back to your breath. Inhale, exhale, inhale, exhale. Now shift your attention to your environment, where you are there inside a room, and if possible out of the room also, out of your building if possible. On the road, what is happening? How many sounds you are receiving? Which type of sounds you are receiving? Either chirping sound, horn sound, or dusty sound, or fan sound, or cell phone sound, SMS sound, or anything else, or other members of your families doing some activities in that sounds. Start count how many sounds you are hearing.
Now shift your attention to your breath again. In case if you feel that we can conclude our exercise, we shall go for a deep breath exercise again. Inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Now, before opening your eyes, just take permission from your mind and brain, stating that you are trying to come out of your meditative position. And for that, seek permission. Once it is giving permission, if it says yes, take your both the hands together, rub it till you get some warmness. Keep over the eye lobes and ear lobes and the neck. Thank you. I hope that we all enjoyed a little bit, if not too much. ഒരു 10-20 മിനിറ്റ് ചെയ്തെന്ന് തോന്നുന്നു. Thank you, sir. Thank you. Thanks a lot, sir. Thank you. എല്ലാവർക്കും കമന്റ്സ് ഒക്കെ പറയാം. സാമച്ചൻ എന്നോട് ചോദിച്ചു. എന്നോട് കേൾക്കുന്നില്ല. അച്ഛന്റെ മൈക്ക് ഓഫ് ആണ്. ഓക്കെ സാർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാർ. നല്ല കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയി. നമ്മുടെ മൈൻഡ് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആയിരുന്നു. വളരെ താങ്ക്സ്. താങ്ക് യു ഫാദർ. താങ്ക് യു. റോയ് സാർ, നസീമ കേൾക്കുന്നുണ്ടോ? കേറില്ലെങ്കിൽ നഷ്ടായനെ. കുറച്ച് സ്കൂട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാന് ഗസ്റ്റ് ഉണ്ട്, എന്നാലും കേറിയൊരു മഹാഭാഗ്യായി. പിന്നെ അതിന് കൂടുതൽ ഫീഡ്ബാക്ക് വേണ്ടല്ലോ. സാബ് സാറിന്റെ എന്താ പറയാ വെബിനാറ് അന്വർത്ഥായി എന്ന് പറയില്ലേ, മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഒരുപാട് കാര്യം മനസ്സിലായി സാറേ. നാം എങ്ങനെ നാമായി എന്നുള്ളതും ഞാനെന്താ ഇങ്ങനെ ഇത്തര സ്വഭാവം കുറച്ച് നന്നായി കൂടെ, ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ എന്നൊക്കെ സാറ് പറയാതെ പറഞ്ഞു. സൂപ്പർ എക്സാമ്പിൾസ്. അടിപൊളി സാറേ, ഒന്നും പറയാനില്ല. താങ്ക് യു സാർ. സാർ. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. ജോഷ് സാർ. സാറേ, ആദ്യം തന്നെ എല്ലാവിധ നന്ദിയും സന്തോഷവും അറിയിക്കട്ടെ. ഞാൻ സാർ ഇതിനു മുമ്പ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നെങ്കിലും കേൾക്കാൻ സാധിച്ചില്ല. ഇന്ന് കേൾക്കാൻ പറ്റി. തീർച്ചയായിട്ടും സുന്ദരമായിട്ട് ആ ആശയത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കുള്ള ഒരു സന്ദേഹവും ആശങ്കയുമാണ് ഞാൻ ആദ്യത്തെ സെഷനിലെ ചോദ്യമായിട്ട് ഉന്നയിച്ചത്. അതിനുള്ള സാറിന്റെ മറുപടിയും എനിക്ക് സാറിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയെയും ഞാൻ ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും മൈൻഡ്ഫുള്ളായിട്ട് പെരുമാറാൻ എനിക്ക് കുറെ കൂടി സാറിന്റെ ആ വ്യൂവിലൂടെ പെരുമാറാനായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്കതിന് കുറച്ചുകൂടെ പണിപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഞാൻ വളർന്നു വന്ന പിന്നെ ചിന്തിച്ചത് ഞാൻ കുറെ യൂത്ത് പ്രോഗ്രാംസിലും യൂത്തിനോടൊപ്പം ഇന്ററാക്ട് ചെയ്തും ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പൊ അവിടെ കുറെ അധികം ഈ സമൂഹത്തിന്റെ
ഇത്തരം പ്രശ്നങ്ങളോട് പ്രതികരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു വന്നതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഈ ഒഴിഞ്ഞു മാറിപ്പോവുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഈ ലോകത്തിലെ കർത്തവ്യം എന്ന് കുറെ അധികം പറഞ്ഞുകൊണ്ട് ഇപ്പൊ വയസ്സ് 57 ഒരുപക്ഷെ ഈ മൈൻഡ്ഫുൾ ആകാനായിട്ടുള്ള തോന്നലിലേക്ക് ഞാനും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളായിട്ട് വലിയ വഴക്കും വയ്യാവലിക്കും അല്ലെങ്കിൽ വലിയ പ്രതികരണത്തിനൊന്നും പോകേണ്ടതില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ. പിന്നെ യൂത്തിനെ നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചാൽ പറ്റുമോ? അതെനിക്കിപ്പോഴും ഒരു സംശയം ബാക്കി നിൽപ്പുണ്ട്. മറ്റൊന്ന് നമ്മുടെ പേരന്റിങ്ങില് എല്ലാത്തിനെയും പിള്ളേരെ എതിർക്കുക എന്നുള്ളതല്ല, ചില കറക്ഷൻസ് ഒക്കെ നൽകേണ്ടതായിട്ട് വരികയല്ലേ? അപ്പോഴൊക്കെ ചിലപ്പോൾ ഇച്ചിരി കർക്കശമായിട്ടൊക്കെ ചെയ്യേണ്ടി വരില്ലേ എന്നൊക്കെയുള്ള ഒരു സംശയം ബാക്കി നിൽപ്പുണ്ട്. എങ്കിലും ഞാൻ സാറ് പറഞ്ഞതിന്റെ ഇളങ്കോയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു പോയിന്റാണ് എനിക്കത് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നെ തന്നെ ഞാനത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. വെരി ഗുഡ്. മെഡിറ്റേഷൻ ഏറ്റവും അവസാനം നടന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബോഡി ഫിസിക്കൽ കണ്ടീഷൻ അത്ര ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പെടലിയൊക്കെ നേരെ വെക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. നടുവ് നേരെ വെക്കുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ കുറെ അധികം പ്രാവശ്യം ഈ മെഡിറ്റേഷന് പുറത്തേക്ക് പോയിട്ടുണ്ട്. എങ്കിലും പരമാവധി ഞാൻ പിടിച്ചു നിൽക്കാൻ കൈയും കാലും തലയും പെടലിയും ഒക്കെ ഒതുക്കി നിർത്തിക്കൊണ്ട് ബ്രീത്ത് ശ്രദ്ധിക്കാൻ ഞാൻ പരിശ്രമിച്ചു. കുറെ അധികം വിജയിക്കുകയും ചെയ്തു. സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. ലാസ്റ്റില് സാർ പറഞ്ഞതിന് യൂത്തിന്റെ ആൻസർ തരാം സാർ. വേറെ ആരെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡിബേറ്റ് കൂടി പോകും. സാർ, യെസ് സാർ. ഇത് സൊസൈറ്റി നന്നാക്കാനോ യൂത്തിനെ നന്നാക്കാനോ അല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ കുറെയൊക്കെ നമ്മുടെ സമീപനങ്ങൾ കൊണ്ട് മറ്റുള്ളവർ നമ്മളോട് സമീപിക്കുമ്പോൾ അവര് നേരെ ആയിക്കോളും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു ഇപ്പൊ നമ്മുടെ എമോഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇത്. ഒരു പോസിറ്റീവ് എമോഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഭാഗം. പിന്നെ നമ്മുടെ സാർ പറഞ്ഞതുപോലെ തന്നെ ആ സെൽഫ് ക്രിറ്റിസിസം, പിന്നെ നമ്മുടെ എമ്പതി ഇൻക്രീസ് ചെയ്യും. കാരണം ശരിയാണ്, ഈ എമോഷൻ വാച്ച് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ എമ്പതി ഇൻക്രീസ് ചെയ്യും. എമ്പതി ആണല്ലോ അവിടെ പ്രശ്നം. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കാലിൽ ചവിട്ടുന്നവനോട് ദേഷ്യം വരുന്നു വല്ലാണ്ട്, പക്ഷെ അവൻ പൊട്ടക്കണ്ണനാണെന്ന് അറിയുമ്പോൾ നമ്മുടെ സമീപനം മാറുന്നു. അവിടെയാണ് നമ്മുടെ എമോഷൻ കൺട്രോളിങ് വരുന്നത്. ഈ ഒരു ഫീലിങ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ടു പോയിരുന്നു. നമുക്ക് മറ്റുള്ളവരോട് എമ്പതി തോന്നുന്നു. സാർ പറഞ്ഞതൊക്കെ അതേപടി ഞാൻ ഉൾക്കൊള്ളുന്നു. അതുപോലെ ബോഡി റിലാക്സേഷൻ വരും. അതൊക്കെ വളരെ ഇതാണ്. പിന്നെ ബയോളജിക്കൽ ഏജ് കുറവായി തീരുന്നു എന്ന് സാറിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ശരിയാണത് തോന്നുന്നു. ഈ പോലെ പ്രാക്ടീസ് ചെയ്യുന്നവരെ കണ്ടാൽ അറിയാം പ്രായം കുറവായി തോന്നും. പിന്നെ അറിയാവുന്നവർക്ക് ഇതന്നെ ഈ പ്രായത്തിൽ ഇങ്ങനെ എന്ന് തോന്നുന്ന ഒരു ഭാഗം വരാം. ഓക്കെ. അപ്പൊ ഏതായാലും ഞാനിത് കുറെയൊക്കെ ഇങ്ങനെയുള്ള പല ആൾക്കാരെയും നോട്ടീസ് ചെയ്ത് ഈ മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ നിയന്ത്രണമൊക്കെ കണ്ട് ഞാനും പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മൈൻഡ്ഫുൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ആ ബിഹേവിയറിലൂടെ ഞാൻ ഇതുപോലെ എനിക്കും ആകണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഞാൻ അക്വയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. വെളങ്കോ സാറിന്റെ ക്ലാസ്സും കേട്ടപ്പോഴത്തേക്കും സെൽഫായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ, അത് ബോഡി സ്കാനിങ്ങും അതുപോലെ തന്നെ ഗ്രൗണ്ടിങ് എക്സസൈസും അതുപോലെ തന്നെ സാറ് പറഞ്ഞ എൽകെഎമ്മും അതുപോലെ തന്നെ റെയിനും എല്ലാം ഉണ്ട്. വളരെ അതൊക്കെ ഇത് അറ്റൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ്. ഇത് പുതുതായിട്ട് അറ്റൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് കാണുന്നു. അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഈ കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് അതിന്റെ എൻജോയ്മെന്റ് നമുക്ക് മാത്രമേ കിട്ടുള്ളൂ, മറ്റുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. എനിവേ സാറിന്റെ ഇത് വളരെയധികം വർത്തിയായ ഒരു എഫക്റ്റ് കിട്ടി. അല്ലെങ്കിൽ ഇന്നത്തെ ബോഡി സ്കാനിങ് ആ മെഡിറ്റേഷനും കൂടെ കൂടി മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ കൂടെ വന്നപ്പോഴത്തേക്കും വളരെ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് സർ. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ?
Yes. നമസ്കാരം സാറേ. പത്മാവതി മാം അറിയാമോ? മൈൻഡ്ഫുൾനെസ് വളരെ ഇഷ്ടപ്പെട്ടു സാറേ. കാരണം സാധാരണ അതിലെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കൂൾ മൈൻഡ് എപ്പോഴും. ഞാനിപ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 9:45 ഇറങ്ങിയിട്ട് ഇപ്പോഴാ വീട്ടിൽ കയറിയത്. പക്ഷെ ഈ സാറിന്റെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റബ്ബ് ചെയ്തിട്ട് കൈ റബ്ബ് ചെയ്ത് മുഖത്തെല്ലാം വെക്കാൻ എന്റെ ബോഡിയെല്ലാം നല്ല തണുപ്പാ, കൂളായിരുന്നു. അപ്പം ഈ ഇതുപോലെ തന്നെ സാറ് അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞല്ലോ. അപ്പൊ ആരോ പറഞ്ഞു സ്ത്രീകൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന. അവര് പറഞ്ഞത് ശരിയാണ് സാറേ. കാരണം സ്ത്രീകള് ഭക്ഷണം പാകം ചെയ്യുന്നു, ഭർത്താവിനെ ഫോണിൽ സംസാരിക്കുന്നു, കുട്ടീനെ അടുത്തിരുന്ന് പഠിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ സാറ് ഇതിന്റെ പറയുമ്പം സാറിന്റെ ഗുരു പറഞ്ഞ 2 കാര്യങ്ങൾ പറയുമ്പം ശരിയാണ് സാറേ. കാരണം ബസ്സിലെ കണ്ടക്ടർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ പറയണ്ട. ബസ്സിലെ കണ്ടക്ടർ അല്ലല്ലോ നമ്മളല്ലേ. അവിടെ ചിന്തിക്കേണ്ടത് പോസിറ്റീവ് തന്നെ സാറ് പറയുന്ന പോലെ. ബാക്കിയെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട് സാറേ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thanks a lot for attending and getting benefit. രജീഷ് പറയൂ. രജീഷ്. എല്ലാവർക്കും നമസ്കാരം. ഇളങ്കോസ് സാറേ, നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. സ്പെഷ്യൽ നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ ഒരു കോൺട്രവേഴ്സി വന്നത് നമ്മുടെ ഇതിന് മുന്നേ സംസാരിച്ച ജോഷി സാറ് സംസാരിച്ചപ്പോ എനിക്കൊരു സംസാരിക്കണം തോന്നി. കാരണം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് പ്രശ്നങ്ങളോട് പ്രതികരിച്ച് നിൽക്കുന്ന പ്രതികാരമില്ലാത്ത അല്ലെങ്കിൽ പ്രതികരണമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. അത് രണ്ടുപേരിലും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കോ ഇനി ഞാൻ കേട്ടതിന് പറ്റും മിസ്റ്റേക്കോ എന്നോണെന്ന് അറിയില്ല. എന്നിരുന്നാൽ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. പുറത്തുള്ള റിസോഴ്സ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ അല്ല, ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കും. അപ്പോ പുതിയ തലമുറ ഒരു പ്രണയ നൈരാശ്യം വരുമ്പോ നഷ്ടപ്പെട്ടു പോയ പ്രണയിനിയെ കൊല്ലണം, അവളെ കൊല്ലണം, അല്ലെങ്കിൽ ആസിഡ് ഒഴിക്കണം, അങ്ങനെയുള്ള പ്രതികാരത്തിൽ നിന്ന് മാറി ഞാൻ എങ്ങനെ അല്ലെങ്കിൽ ഒരാളെ എന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് പകരം മൈൻഡ്ഫുൾനെസ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്റെ മൈൻഡ്ഫുൾനെസ്, എന്റെ മൈൻഡ്. അല്ലാണ്ട് അതിനർത്ഥം എന്നോട് ആരെന്ത് പറഞ്ഞാലും എന്റെ അപ്പുറത്തുള്ളവരെന്ന് തെറി വിളിച്ചു കഴിഞ്ഞാലും ഓക്കെ നീ ഡെയിലി പറഞ്ഞോ എന്റെ തെറിയും പറഞ്ഞു പോകുന്നതല്ല. എന്തിനു പറഞ്ഞു, അത് മൈൻഡ്ഫുള്ളായി കാമായിട്ട് ഇന്ന് ആലോചിച്ച് അതിനുള്ള മറുപടി കൃത്യമായിട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇങ്ങോട്ട് 4 തെറി വിളിക്കുമ്പോൾ അങ്ങോട്ട് 10 തെറി വിളിച്ചാൽ നമ്മളും ആ കണ്ടക്ടർ പറഞ്ഞ ആ ലെവലിലേക്ക് പോകും. പക്ഷെ അതാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒന്നും കൂടി പറയാം, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണശീലമില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കലല്ല, എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കലും അത് പ്രതികരിക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും എൻ്റെ കൂടി നമസ്കാരം. Thank you, sir. Thank you. വേറെ ആർക്കെങ്കിലും? യെസ്. വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ ജോഷി സാറിന്റെ ഒരു ഇത് മാത്രം പറയാം. സാർ ജോഷി സാറിന്റെ ഈ മൈൻഡ്ഫുൾനെസ് ഒരു ലൈൻ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. നമ്മൾ മുൻവിധികൾ ഒന്നും ഇല്ലാതെ എന്ന് ഒരു ലൈൻ കൂടെ ഉണ്ട്. അപ്പൊ മുൻവിധികൾ, സാറിന്റെ മുൻവിധി എന്താന്ന് പറഞ്ഞാൽ യൂത്ത് ഈസ് സപ്പോസ് ടു ഫൈറ്റ് ഫോർ ദ റൈറ്റ്. ഫൈറ്റിംഗ് ഫോർ ദ റൈറ്റ് കിഡ് ആകാം, പ്രായമായ ആളാകാം, ആര് വേണമെങ്കിലും ആകാം. യൂത്ത് മാത്രമല്ല. യൂത്തിന് എനർജി കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ലാന്ന്. യൂത്തിനെക്കാട്ടിലും എനർജി കൂടിയ ആൾക്കാരായിരിക്കും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർ. യൂത്തിന് ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി കുറെ കാണും, മെന്റൽ ഫ്ലെക്സിബിലിറ്റി മെച്ചൂറായ ആൾക്കാർക്കാണ് കൂടുതലുള്ളത്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സൊസൈറ്റീനെ നന്നാക്കാം. പക്ഷെ സൊസൈറ്റി നന്നാകണമെങ്കിൽ ഈച്ച് ഇൻഡിവിജ്വൽ നന്നായാൽ സൊസൈറ്റി ബൈ ഡിഫാൾട്ട് നന്നാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ മറ്റൊരാളെ ഒപ്പോസ് ചെയ്യാതോ ചീത്ത വിളിക്കാതോ ആകുമ്പോൾ ആ മനുഷ്യനും മൈൻഡ്ഫുള്ളായിട്ട് മാറുവാണെങ്കിൽ he will also do better work. നമ്പർ 2, അദ്ദേഹത്തിന് പ്രതികരിക്കണമെങ്കിൽ ഇങ്ങനെയും ആകാം. പതുക്കെ ചെന്ന് ചെവിയിൽ, സാറേ എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് സാറിന് ഗുണമുണ്ടോ? ഉണ്ടെങ്കിൽ സാർ ചെയ്തോളുക. സാറിന് ഗവൺമെന്റ് ശമ്പളം അല്ലെങ്കിലും ഇത്രയേ കിട്ടത്തുള്ളൂ, എന്നെ ചീത്ത വിളിച്ച് വിരട്ടിയാലും ഇത്രയേ കിട്ടത്തുള്ളൂ. സാർ അതിന് പകരം എനിക്ക് സഹായിച്ചാൽ
ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറയുന്ന മാത്രമല്ല, താങ്കളുടെ പേര് 4 പേരെടുത്ത് നന്മ വഹിക്കുന്ന ഒരു മനുഷ്യൻ പറയുമായിരിക്കും. അത് സാറിന് നല്ലതല്ലേ? കുറച്ചുകൂടെ ഞാൻ സാറിന് നന്നാക്കാനോ അല്ലെങ്കിൽ നന്മ കിട്ടട്ടെ നമുക്ക് രണ്ടുപേർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ സാർ എന്ന് ചോദിച്ചാൽ സംടൈംസ് ഹി മേ ബെൻഡ് അപ്പോൺ യുവർ വേർഡ്. നമ്മൾ എപ്പോഴും പ്രതികരിച്ചാൽ മാത്രമേ വളർന്നു എന്ന് എന്നടുത്ത് എൻ്റെ അച്ഛൻ മീൻസ് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞു തരാം സാർ. ഞാൻ പണ്ട് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് 5ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇതാണ്: നീ പ്രതികരിക്കാൻ പഠിക്കണം. ചിലപ്പോൾ നിന്റെ ശബ്ദം ഇപ്പോൾ പാർലമെന്റിൽ കേൾക്കില്ല, ബട്ട് നിന്റെ ശബ്ദം ഇന്ന് നീ ഇവിടെ ഉയർത്തുന്ന ശബ്ദം 1 മാസം കഴിഞ്ഞ് 10 പേർ ഉയർത്തും, 1 വർഷം കഴിഞ്ഞ് 150 പേർ ഉയർത്തും, 2 വർഷം കഴിഞ്ഞ് 5000 പേർ ഉയർത്തും. അപ്പോൾ നാടെല്ലാം ശബ്ദമുയരും. അതിന് നീ ഒരു കാരണക്കാരനാകണം എന്ന് എന്നെ പഠിപ്പിച്ചു തന്ന് അതേപോലെ ഞാൻ ഓടിക്കൊണ്ടിരുന്ന ഒരുത്തനാണ്. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് മാറിയപ്പോൾ ഇങ്ങനൊക്കെ ആയി സർ. താങ്ക് യു. വെരി ഗുഡ് സർ. അല്ല, ഞാൻ പണ്ട് റെയിൽവേ ലൈനില് ഞാൻ 25ാമത് സ്റ്റെപ്പിൽ നിൽക്കവേ 38 30 ചാടിയവന് ഞാൻ കോളറിന് പിടിച്ച് അടിച്ചിട്ടുണ്ട്. ഹൗ യു ക്യാൻ ജംപ് ദ ലൈൻ? എനിക്ക് 25 നിൽക്കുമ്പോൾ 38 നിൽക്കുന്നു, 30 വന്നാൽ എനിക്കെന്ത് നഷ്ടം? ലാഭം ഒന്നുമില്ല. പക്ഷെ ഞാൻ ബഹളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോഷി സാർ പറഞ്ഞതുപോലെ പണ്ട് അന്ന് ഞാൻ റെയിൽവേ ടിക്കറ്റ് റിസർവേഷന് പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് ഓൺലൈൻ റിസർവേഷൻ സിസ്റ്റം ഇല്ല, മൊബൈൽ ഇല്ല. അപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ അന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ അതിൽ ഗുണമില്ല. അതിന് പകരം ബി പീസ്ഫുൾ, എൻജോയ് യുവർ ലൈഫ്. യു വിൽ നോട്ട് ഗെറ്റ് ഡയബറ്റീസ്. ഇഫ് at all if you get, you will be controlling yourself. You will not get hypertension, and you can, by enjoying your life, you can prolong your life. അതിലെ ജാപ്പനീസ് തിയറി. ഒക്കിനാവ എന്ന് പറയുന്ന ഒരു സിറ്റീനെ കുറിച്ച് നമ്മളെല്ലാം പഠിച്ചു കാണുമെന്ന് തോന്നുന്നു. സന്തോഷപൂർവ്വം ജീവിക്കുന്നതിൽ 100 വയസ്സിന് മുകളിലുള്ള ആൾക്കാരും ഒരാൾ എത്രയോ പേരുടെ മീൻസ് 96-97 വയസ്സുകാരുടെ ഒരു ബാങ്ക് എംപ്ലോയി എടുത്ത് ചോദിച്ചപ്പം നീ എന്താ ഇപ്പോഴും ബാങ്കിൽ ജോലി ചെയ്യുന്നു, റിട്ടയർ ആയിക്കൂടെ എന്ന്. ഞാനൊരു 100 വയസ്സാകുമ്പോൾ ജോലി നിർത്തി വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നു എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആ ബുക്കിലുള്ളത്. ആ ഒത്തിരി ബുക്കിന്റെ കാരണങ്ങളുണ്ട് പേര് സാർ അല്ലേ? ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്. അവരുടെ ഭൂപ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതെ സാർ, ഉണ്ട് ഉണ്ട്. മൂവ്മെന്റ്സ് വെച്ചാൽ എക്സസൈസ് ആണ് അവിടെ. മൂവ്മെന്റ് ഈസ് മെഡിസിൻ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത്. Thank you sir. Thank you sir. Thanks a lot for giving me a chance to actually discuss about mindfulness for some time. Thank you. Sujit sir, namaskaram. സുജിത്തിന്റെ ക്ലാസ് തുടങ്ങാറായി അല്ലേ? സുജിത് സാറിന്റെ ക്ലാസ്. ഞാൻ എപ്പോഴും വളരെ അത്ഭുതത്തോടു കൂടിയാണ് സാറിന്റെ ക്ലാസ്സുകൾ. റിയലി എക്സൈറ്റ്മെന്റ്, മൈൻഡ്ഫുൾനെസ്.